ശ്ശോ, അത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എത്ര സമയമായെന്നോ ഞാൻ ഈ വീട് മുഴുവൻ തിരയാൻ തുടങ്ങിയിട്ട്. എവിടെയാണ് അവ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്? മമ്മിയോട് തന്നെ ചോദിച്ചാലോ? അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ വെറുതെ ഇവിടെയൊന്നും പരതിയിട്ട് ഒരു കാര്യവുമില്ല. അടുക്കളയിൽ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയാലോ? അവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഒന്നുകൂടെ ചെന്ന് നോക്കാം. ശ്ശോ, എന്റെ ദൈവമേ, എന്റെ ഈ കാലുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ. എത്ര കാണിക്കൽ കാണിച്ചു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. എന്നാ കാലിനിത്തിരി കുഴമ്പ് തടയിത്തരാൻ ആരോടെങ്കിലും പറഞ്ഞാലോ? അതിന് മാർക്ക് സമയമുണ്ടാവില്ല. ഈ വീട്ടിലത്തെ മുഴുവൻ ജോലിയും ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം പറ്റിയാൽ അത് ഞാൻ തന്നെ സഹിക്കണം. ഇതൊക്കെ എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? അപ്പുറത്തെ വീട്ടിലത്തെ സുമയുടെ ഭർത്താവ് അവളെ തലയിലും താഴത്തും വെച്ചിട്ട് എടുത്ത് നടക്കുന്നത്. ഇവിടെയും ഉണ്ടൊരാൾ. തലയിലും താഴത്തൊന്നും എടുത്ത് വെച്ചില്ലെങ്കിലും ഈ കാലിനിത്തിരി കുഴമ്പ് തടയി തന്നാ മതിയായിരുന്നു. ഒക്കെ എന്റെ വിധി. അയ്യോ, മമ്മി മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി കാണാതെ അടുക്കളയിലേക്ക് പോകാം. ഇനി ഈ ഷെൽഫിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമോ? എന്തായാലും ഇവിടുത്തെ ഷെൽഫും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ട് മമ്മി. നീയേ ഒരു കാര്യം ചെയ്. ദേ, ആ ഷെൽഫിലത്തെ കുപ്പിയിൽ കുറച്ച് കുഴമ്പുണ്ട്. അതെടുത്ത് എന്റെ കാലുമേൽ ഇത്തിരി തടവി തന്നെ. കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ മമ്മി, എനിക്ക് ഇത്തിരി പണിയുണ്ട്. പണിയോ? എന്ത് പണി? അത് പിന്നെ ഞാനേ എന്റെ ഒരു പുസ്തകം പരതുകയാണ്. പുസ്തകമോ? എന്ത് പുസ്തകം? അല്ലെങ്കിലും നിന്റെ പുസ്തകമൊക്കെ ഈ പുറകിലത്തെ ഷെൽഫിലല്ലേ ഉള്ളത്? അവിടെയൊന്നും ഇല്ലല്ലോ. നീ കുറെ സമയമായല്ലോ എന്തോ തിരയുന്നു. എന്താണത്? എന്തോ ഒരു കള്ളക്കളിയുണ്ട്. എന്താണെങ്കിലും വേഗം പറഞ്ഞോ. കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഹേയ്, ഒന്നുമില്ല മമ്മി. മമ്മിക്ക് വെറുതെ ഓരോന്ന് തോന്നുക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ശരിക്കും എന്റെ പുസ്തകം പരതുക തന്നെയാണ്. അതിവിടെ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട്. അതെനിക്ക് നാളെ ആവശ്യമുണ്ട്. സ്കൂളിലത്തെ ലൈബ്രറിയിലത്തെ പുസ്തകമാ. ഞാൻ ഒന്നും കൂടെ തിരയട്ടെ. അതെവിടെയോ ഉണ്ട്. എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒരു വിധത്തിലാ മമ്മിയുടെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ മുകളിലത്തെ ഷെൽഫും കൂടെ നോക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും പരതി. അവിടെയൊന്നും സാധനമില്ല. ഇനി ആ ഷെൽഫും കൂടെ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതിലുണ്ടാകും ഞാൻ അന്വേഷിക്കുന്ന എന്റെ ലഡു. ലഡു എന്ന് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഞാൻ എടുത്ത് കഴിക്കുന്നത് കൊണ്ടാ മമ്മി അത് ഒളിപ്പിച്ചു വെച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ചിറ്റയും ചിറ്റപ്പനും കൂടെ വന്ന് പോയപ്പോ തൊട്ട് ഞാൻ പരതുന്നതാ അവര് കൊണ്ടുവന്ന ലഡു കാണാൻ. മമ്മി അത് എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് ഈ ഷെൽഫിലാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഹമ്പടെ കേമി, അത് ഇവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതല്ലേ? കണ്ടുപിടിച്ചേ ലഡു, ഞാൻ കണ്ടുപിടിച്ചേ. ഏടാ ലഡുക്കുട്ടാ, നിന്നെ എന്റെ കൈ കിട്ടിട്ടോ. ഞാൻ എത്ര സമയമായെന്നോ നിനക്ക് വേണ്ടി ഇവിടെ ഒക്കെ തിരയുന്നു. നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? നീ ഇങ്ങോട്ട് വാടാ കള്ളക്കുട്ടാ. ഹായ്, നല്ല മണം. ഹമ്പടി കേമി, അപ്പ ഇതാണല്ലേ പരിപാടി? അയ്യോ മമ്മി, എന്തുവാടി നീ ഇവിടെ ചെയ്യണത്? എന്തുവാണ്? ഇതാണോടി നിന്റെ ലൈബ്രറി? താഴോട്ട് ഇറങ്ങി വാടി, താഴോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചട്ടകെട്ടത് നല്ല ചന്തിക്ക് പെട വെച്ച് തരും. എവിടെയാണ് നിന്റെ പുസ്തകമുള്ളത്? അത് പിന്നെ ഞാൻ എന്റെ പുസ്തകം ഈ ഷെൽഫിൽ പരതിയതാണ്. പക്ഷെ അവിടെ എങ്ങുമില്ല. പകരം എനിക്ക് കിട്ടിയത് ഈ ലഡുവാണ്. അല്ലാതെ ഞാൻ ലഡു പരതിയതേ അല്ല മമ്മി. അല്ലെങ്കിൽ എനിക്ക് ഈ ലഡു എന്ന് പറയുന്ന സാധനം തന്നെ ഇഷ്ടമല്ല. നുണ പറയുന്നു. നിന്നോടാ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങടി, ഇറങ്ങാൻ. താഴേക്ക് ഇറങ്ങിയ മമ്മി എന്നെ തല്ലരുത്. തല്ലണോ തല്ലണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ദാ മമ്മി ലഡു. മമ്മി കഴിച്ച ലഡു. എനിക്ക് ഇഷ്ടമല്ല ലഡു. മമ്മിക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഞാനിത്. നുണ പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അയ്യോ മമ്മി, പിച്ചല്ലേ, എനിക്ക് വേദനയാവുന്നു. അയ്യോ, എന്നെ വീട് വീട്. ഇനി മേലാൽ നീ നുണ പറയുമോ? അയ്യോ മമ്മി, പിച്ചല്ലേ. അയ്യോ, വേദനയാവുന്നു. എന്നെ വീട്. ഞാൻ ആകെ ഒരു ലഡു അല്ലേ എടുത്തുള്ളൂ. അതിനല്ലേ മമ്മി എന്നെ ഇങ്ങനെ പിച്ചുന്നത്. ഒരു സാധനം വെച്ചാ വച്ചെടുത്തുണ്ടാവില്ല.
നിന്റെ ഇടാടിൽ ഒരു ബേക്കറി ഇവിടെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതല്ലേ ചിറ്റ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ, നീ എന്തിനാ മോഷ്ടിക്കാൻ നിന്നത്? അത് ഞാൻ ഇതെവിടെയും കാണാഞ്ഞിട്ട് വെറുതെ ആ ഷെൽഫിൽ നോക്കിയതാ. അപ്പതേ ആ ഡബ്ബയിലുണ്ട്, അതിൽ നിന്ന് ഒന്ന് എടുത്തതാണ്. മമ്മിക്ക് വേണമെങ്കിൽ കഴിച്ചോ, മമ്മിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ മമ്മി എന്നെ പിച്ചിയത്. മിണ്ടാതിരിക്കാൻ. അവളുടെ ഒരു കള്ള കണ്ണീര്. ഇനി മേലാൽ ഞാൻ വെച്ച എന്തെങ്കിലും സാധനം നീ എന്നോട് പറയാതെ എടുത്താൽ ചട്ടകം ചൂടാക്കി ഞാൻ നിന്റെ ചന്തയ്ക്ക് വെച്ചു തരും. അത് മാത്രമല്ല, മേലാൽ ഇനി നുണ പറയാനും പാടില്ല. അവളുടെ ഒരു ലൈബ്രറി മണ്ണാൻ കോപ്പും നിന്റെ കണ്ണെത്തണ്ടാന്നും കൊണ്ടാ ഞാൻ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ തന്നെ ഇതൊളിപ്പിച്ച് വെച്ചത്. അവിടെയും അവളുടെ രണ്ടുണ്ട കണ്ണം എത്തിയിരിക്കുന്നു. അയ്യോ മമ്മി, ഇങ്ങനെ വഴക്ക് പറയല്ലേ, എനിക്ക് ലഡു വേണ്ട. മമ്മി തന്നെ എടുത്ത ഈ ലഡു. ഈ എടുത്ത ലഡു നീ കഴിച്ചോ, എന്നിട്ട് മര്യാദയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പഠിക്ക്. ഇനി എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി മമ്മി. എങ്കിൽ നിന്ന് മോങ്ങാതെ പോയിരുന്ന് പഠിച്ചോ. രണ്ട് ചീത്ത കിട്ടിയാലെന്താ, ഒരു ലഡു കിട്ടിയല്ലോ, അത് മതി എനിക്ക്. എന്താ നാടി നിന്ന് പെരുപിറക്കണത്? ഹേയ് ഒന്നുമില്ല മമ്മി, ഞാൻ പഠിക്കുകയാണെന്ന് പറയായിരുന്നു. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇതെന്തൊരു ബേക്കറി തിന്നലാണ്. കാണുന്ന ബേക്കറി മുഴുവൻ കയറ്റും, എന്നിട്ടോ ഭക്ഷണം കഴിക്കത്തില്ല. മുഴുവൻ ഒറ്റയടിക്ക് എടുത്ത് തിന്നണ്ടെന്ന് കൊണ്ടാണ് ഞാനത് മുകളിലത്തെ ഷെൽഫിൽ എടുത്ത് വെച്ചത്. പക്ഷെ അവിടെ ഇന്നത്തിന്റെ കണത്തി കൂരുതം കെട്ടവള്. എന്റെ ദൈവമേ, ഇനി അടുക്കളയിൽ പുതിയൊരു ഷെൽഫും കൂടെ കൂട്ടേണ്ടി വരും. ഒക്കെ അതിൽ കയറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് താക്കോലും കൊണ്ട് നടക്കുന്നതാണ് എനിക്ക് ഉത്തമം. അയ്യോ ബിറ്റ് ബിറ്റ്, ഇതെന്തൊരു ബിറ്റാണ്. ഓരോരോ റീൽസേ. ഈ അഴകിയ ലൈലയുടെ റീൽസ് കാണാൻ നല്ല രസമുണ്ട്. അഴകിയ ലൈല, ഇവളെന്തൊരു രസമാ. ഓ, അവളുടെ ഒരു അഴകിയ ലൈല. പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഇവിടെ വരുന്ന റീൽസ് കാണുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ അഴകിയ ലൈലയെ. ഡീ കുഞ്ഞാവേ കുഞ്ഞാവേ. അയ്യോ ഇവളോ? അതെടി ഞാൻ തന്നെ. നീയേ പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത് ഇതിനാണല്ലേ. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞെടുക്കും നീ ഇവിടെ റീൽസും കണ്ട് ഒത്തിരിക്കുകയാണെന്ന്. എന്ത് റീൽസോ? ആര് പറഞ്ഞു ഞാൻ റീൽസ് കാണുകയാണെന്ന്? ഞാനേ പഠിക്കുകയാ. നിന്റെ പുസ്തകത്തിൽ എവിടെയാണ് ഈ ലൈലയെ കുറിച്ച് പഠിപ്പിക്കുന്നത്? എന്ത് ലൈലയെ കുറിച്ചോ? എന്റെ പുസ്തകത്തിലൊന്നുമില്ല ലൈലയെ കുറിച്ചൊന്നും. അത് തന്നെ ഞാനും പറഞ്ഞത്. നീ ഇവിടെ നിന്ന് അഴകിയ ലൈലയുടെ റീൽസും കണ്ട് കുത്തിരിക്കുകയല്ലേ, എനിക്കൊക്കെ മനസ്സിലായി. ആഹാ, നിനക്ക് എന്ത് മനസ്സിലായെന്ന്? ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക തന്നെയാണ്. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഞാൻ അത് ചെയ്യുകയാണ്. ഓ പിന്നെ നീ നുണ പറഞ്ഞുരുളുകയൊന്നും വേണ്ട, എനിക്കൊക്കെ മനസ്സിലായി. നീയേ ഫോണിൽ നോക്കി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചത്. എന്നിട്ട് ബുക്ക് അവിടെ തുറന്നു വെച്ചിട്ട് എന്നിട്ട് നീ ഇവിടുന്ന് റീൽസ് കാണുന്നു, എനിക്കൊക്കെ മനസ്സിലായി. ഞാനൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് നീ നുണ പറയാൻ നിൽക്കണ്ട. കണക്കായിപ്പോയി. കണ്ടിട്ടുണ്ടെങ്കിലേ നീ കണ്ട പോലെ അവിടെ തന്നെ നിന്നോ. ഓഹോ, എന്നോട് തർക്കുത്തരം പറയുന്നോ? നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഈ കുഞ്ഞാവ ഇവിടെ നിന്ന് പഠിക്കാതെ ഫോൺ കാണുകയാണ്. എടി കുഞ്ഞാവേ, നിന്നോട് അമ്മ ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വാരാൻ പറഞ്ഞു. എന്ത് തൂത്തു വാരാനോ? അതും എന്നോടോ? അതെ നിന്നോട് തന്നെ. അതെന്തേ കൊച്ചമ്പ്രാട്ടി തൂത്തു വാരിയത് കൊച്ചമ്പ്രാട്ടിയുടെ കൈത്തെ വളം ഊരി പോകുമോ? ആഹാ, എനിക്കൊന്നും വയ്യ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ അമ്മ അത് നിന്നോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എന്റെ തലയിൽ ഇടാനൊന്നും നോക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. മര്യാദക്ക് ഇവിടൊക്കെ തൂത്തു വരിക്കോ, അല്ലെങ്കിൽ അമ്മയോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇല്ല എനിക്ക് 100 കൂട്ടം പഠിക്കാനുണ്ട്. ഓ, അവളുടെ പറച്ചിൽ കേട്ടാ തോന്നും അവൾ IASന്റെ എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന്. നിനക്ക് എന്തുവാടി ഇത്രമാത്രം പഠിക്കാനുള്ളത്? അതൊന്നും നീ അറിയണ്ട. പഠിപ്പിസ്റ്റുകളാവുമ്പോഴേ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും, അല്ലാതെ നിന്നെ പോലെ ബാക്ക് ബെഞ്ച് അല്ല ഞാൻ. ഓ പറയുകയും വേണ്ട, ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു. എടി കഴിഞ്ഞ എക്സാമിന് നിനക്ക് എന്തുവാ കിട്ടിയത്? പേപ്പറിൽ വലിയ ആന മുട്ടയല്ലേ. അത്രയും വലിയൊരു മുട്ട നിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് വലിയ പഠിപ്പിസ്റ്റാണ് പോലും പഠിപ്പിസ്റ്റ്. മര്യാദക്ക് നിന്നോട് ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ ഒക്കെ തൂത്തു വരിക്കോ, അല്ലെങ്കിലേ നിന്റെ ഈ മുട്ടക്കിസ ഞാൻ നാട് മുഴുവൻ പാട്ടാക്കും. അത് പിന്നെ അത് എനിക്ക് മാത്രമല്ലല്ലോ, എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും മുട്ട തന്നെയാ കിട്ടിയത്. എടി നിന്റെ ക്ലാസ് എന്താ കോഴിക്കൂടാണോ ഇങ്ങനെ എല്ലാവരും മുട്ടയിട്ട് തരാൻ? നീ ഒന്ന് ശല്യപ്പെടുത്താതെ പോയനെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ ഇങ്ങോട്ടേക്ക് വരണ്ട. വരും
നിന്നോടാ മര്യാദയ്ക്ക് ഇവിടെയൊക്കെ തൂത്ത് വരാൻ പറഞ്ഞത്. ആ ഫോൺ ഇങ്ങോട്ട് താ. നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെയൊക്കെ തൂത്ത് വരിയാ മതി. അതുവരെ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ. അവളുടെ ഒരു റീൽസ് കാണൽ. ഇനി കുറച്ച് റീൽസ് ഞാൻ കാണട്ടെ. അഴകിയലായില്ല അവളി വളത് സ്റ്റൈല സന്തന വെയില ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ. എടി കുഞ്ഞാവേ, നീ അവിടെ വൃത്തിക്കൊക്കെ തൂത്ത് വരണേ. അങ്ങനെ അവള് ഫോണും കൊണ്ട് പോയോ? ഓ, എനിക്ക് 8ന്റെ പണി കിട്ടിയല്ലോ. എനിക്കെങ്ങും വയ്യ ഇവരുടെ തൂത്ത് വരാൻ. ഞാനെങ്ങും തൂത്ത് വരില്ല. എന്നെ പറ്റിച്ചിട്ട് ഫോണും കൊണ്ട് മുങ്ങിയതാണ് അവൾ. അമ്മ, അമ്മ, ഈ അമ്മ എന്താ വിളിച്ചിട്ട് അനങ്ങാത്തത്? എടി കുഞ്ഞാറ്റെ, നിക്കടി അവിടെ. നിന്നോട് മര്യാദയ്ക്ക് ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. നീയേ നിന്നോട് പറഞ്ഞ പണി ചെയ്. നീ അവിടെയൊക്കെ തൂത്ത് വരിക്കോ. എനിക്ക് ഇതിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ നീ ഒറ്റയ്ക്ക് റീൽസ് കാണണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അല്ലെങ്കിലും നിന്റെ സമരം മാർക്ക് വേണടി. നിന്നോടാ മര്യാദയ്ക്ക് പണി തീർക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നീ ഇത്രയും സമയം ഫോണും കണ്ട് കുത്തിരുന്നതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, 8ന്റെ പണി കിട്ടിയല്ലോ. അതെ, എത്ര സമയമായി നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു? നമുക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും കളി കളിച്ചുകൂടെ? അകത്തിങ്ങനെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ലേ? ശരിയാണ്, പിങ്കിമോൾ പറഞ്ഞ ശരിയാണ്. നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ? ഈ നമ്മളില്ല മുറ്റത്തോട്ട്. മുറ്റത്ത് മഴ പെയ്തിട്ട് ആകെ ചളിയും വെള്ളവും ഒക്കെയാണ്. ചെളി മുഴുവൻ നമ്മുടെ കാലിൽ പറ്റി പിടിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇവൻ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഞാനുമില്ല കളിക്കാൻ. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അവളെയും കാത്തിരിക്കുകയാണ്. എനിക്കെങ്ങും വയ്യ നിങ്ങളുടെ കൂടെ കളിക്കാൻ. നിങ്ങൾ പോയി കളിച്ചോ. ഒരു വലിയ ജാടക്കാറ്. എടി കുഞ്ഞാവേ, നീ കളിക്കാനുണ്ടെങ്കിൽ വാ, നമുക്ക് കളിക്കാം. ഇവരില്ലെങ്കിൽ വേണ്ട, ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് രണ്ടുപേർക്കും പോയി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാം. മഴ പെയ്തത് കൊണ്ട് ഗ്രൗണ്ടിൽ നിറയെ പൂമ്പാറ്റകൾ ഉണ്ടാകും. നമുക്ക് അതിന്റെ പുറകെ ഓടി കളിക്കാം. നല്ല രസമുണ്ടാകും കളിക്കാൻ. അത് മാത്രമല്ല, ഐസുകാരൻ ചേട്ടൻ വരുന്ന സമയമല്ലേ ഇത്. അതുകൊണ്ട് നമുക്ക് ഐസ് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഈ നല്ല മഴയുള്ള സമയത്ത് പുറത്തു നിന്ന് ഐസ് വാങ്ങി കഴിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. എടി കുഞ്ഞാവേ, വൈബ് ആസ്വദിക്കാൻ നീ വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ. നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാന്നേ. അതെ, നമുക്കും വൈബ് ഭയങ്കര ഇഷ്ടാ. അതെവിടുന്നാടാ നിനക്ക് ഇപ്പൊ ഇഷ്ടം വന്നത്? നീലേ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ നിന്റെ തീരുമാനം മാറിയോ? അത് പിന്നെ, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഐസ് തിന്നാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഏടാ കൊതിയാ, നിന്റെ അടവൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അല്ലെങ്കിലും ഞാനില്ലാതെ നിങ്ങൾ കളിക്കാൻ പോകുമോ? ഞാനില്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പോകാൻ തോന്നുമോ? പിന്നെ നീയില്ലാതെ ഞങ്ങൾ പോകാതെ എന്താ? തീർച്ചയായിട്ടും പോകും. നിനക്ക് കളിക്കാൻ വരാൻ മടിയാത് കൊണ്ടല്ലേ നീ വരാത്തത്. അതിന് ഞങ്ങൾ എന്തിനാ നിന്നെയും കാത്തു നിൽക്കുന്നത്? അതൊക്കെ നിങ്ങൾ പറയാണെങ്കിലും എനിക്കറിയാം ഞമ്മളാണ് നിങ്ങളുടെ ധൈര്യമെന്ന്. നിങ്ങൾ ഈ 3 പെൺകുട്ടികളുടെ ധൈര്യം ഞാൻ തന്നെയാണ്. ഒരു വലിയ ധൈര്യശാലി വന്നിരിക്കുന്നു. എടി കുഞ്ഞാറ്റെ, നീ ഞങ്ങളുടെ കൂടെ ഗ്രൗണ്ടിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ? അതെ, ഞാൻ വരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വരും. കുറെ സമയമായല്ലോ നീ ഫ്രണ്ട് വരും എന്ന് പറയുന്നു. ഏതാ ഫ്രണ്ട്? വല്ല ബോയ് ഫ്രണ്ടുമാണോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അതേതാടി ഞങ്ങൾക്കറിയാൻ പറ്റാത്തൊരു ഫ്രണ്ട്? എൻ്റെ പൊന്നോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ക്ലാസ്സിലത്തെ മീനു ഇല്ലേ, അവളാണ് വരുന്നത്. അവൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരണത്? അതെന്തേ, അവൾക്ക് ഇങ്ങോട്ടൊന്നും വന്നുകൂടെ? ഞാൻ വെറുതെ ചോദിച്ചാണ്. പതിവില്ലാതെ ഒരാൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ചോദിച്ചാണ്. ആരോ പുറത്ത് ബെല്ലടിച്ചല്ലോ. അതവളായിരിക്കും, മീനുട്ടി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മീനുട്ടി, അവളുടെ ഒരു മീനുട്ടി. ഏതാടി ഈ മീനുട്ടി? നിനക്കറിയാം അവളെ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അവളെ. ഞമ്മക്ക് പണി തരുന്ന വല്ല കേസാണോ? നമ്മളോട് കളിക്കാൻ താല്പര്യമില്ലാതെ അവൾ മീനുട്ടിയും കാത്തു നിൽക്കുകയല്ലേ. അവളുടെ ഒരു മീനുട്ടി. ഡി പിങ്കി മോളെ, കുഞ്ഞാവേ, ഉസ്മാനെ, ഇതാണ് എൻ്റെ മീനുട്ടി. ഇവളെ എൻ്റെ ക്ലാസ്സിലത്തെ ന്യൂ അഡ്മിഷൻ ആണ്. ഞങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്. ഈ തവളക്കണ്ണിയാണ് ഇവളുടെ മീനുട്ടി. ഹായ് ഫ്രണ്ട്സ്. നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ മേച്ച് നോക്കണത്? അതെ, അവർക്ക് നിന്നെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. പിന്നെ തുറച്ചു നോക്കാൻ പറ്റിയൊരു മുതൽ കണ്ടേച്ചാലും മതി. ഞങ്ങൾ കളിക്കാൻ പോവാ, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്.
നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഇവിടെ അടുത്ത് നല്ല കളിക്കുന്ന സ്ഥലമുണ്ടോ? അത്രക്ക് നല്ല സ്ഥലമൊന്നുമില്ല. ഞങ്ങളെ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിൽ പോവുകയാ. എടി കുഞ്ഞാറ്റെ, എങ്കിൽ എനിക്കൊരു സൂപ്പർ സ്ഥലം അറിയാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആണോ? എവിടെയാടി അത്? കണ്ടോടാ കണ്ടോ, നമ്മൾ എത്ര സമയമായി അവളെ കളിക്കാൻ വിളിക്കുന്നു, എന്നിട്ട് അവൾ വന്നില്ലല്ലോ. എന്നിട്ട് ഇവൾ വിളിക്കുമ്പോഴത്തേക്ക് അവളുടെ കൂടെ കളിക്കാൻ പോവുകയാണ് പോലും. അതെ അതെ, വല്ലാത്ത ജാതി. നമ്മളെ വിളിച്ചിട്ട് അവള് വന്നില്ലല്ലോ. എടി കുഞ്ഞാറ്റെ, ഇവിടെ അടുത്തൊരു അപ്പൂപ്പൻ കുന്നുണ്ട്. നീയേ അപ്പൂപ്പൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൂപ്പൻ കുന്നോ? അതെവിടെയാ? ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ എന്താ കളിക്കാനുള്ളത്? പാർക്കാണോ? അല്ലെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയാണോ? എന്താണുള്ളത്? ഹേയ്, അവിടെ പാർക്കൊന്നുമല്ല. ആ കുന്നിന്റെ താഴെ ഒരു വലിയ കാടാണ്. കാടോ? ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാടിനെ കുറിച്ച്. അതെ, ആ കാടിനെ കുറിച്ച് അതിനാരും അങ്ങനെയൊന്നും കൂടുതൽ സംസാരിക്കാറില്ല. അതെന്താ? ആ കാടിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഉണ്ടോന്നോ? ആ കാടിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതെന്തോന്നാ ഇത്രമാത്രം കഥകൾ പറയാനുള്ളത് അതിന്? അത് മാത്രമല്ല, ഞങ്ങളും ഈ നാട്ടുകാരാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കാടിനെ കുറിച്ച് പറയുന്നതൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അതിനെ കുറിച്ച് ആരും കൂടുതൽ സംസാരിക്കില്ല എന്ന്. അതൊരുപാട് വിശേഷതകളുള്ള കാടാണ്. ഹോ, സസ്പെൻസ് ആക്കാതെന്ന് വേഗം കാര്യം പറഞ്ഞോട്. അതെ, അവിടെ ആ കാട്ടിലെ 2 പേരെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നോ? ആരെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അപ്പൂപ്പൻ കുന്നിനെ ഒരു വലിയ കഥയുണ്ട് പറയാൻ. അതായത് പണ്ട് 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 പണ്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലെ ഒരു രാജാവും രാജകുമാരും താമസിച്ചിരുന്നു. അവർക്ക് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. ഒരു തമ്പുരാട്ടി, ഒരു പാവം തമ്പുരാട്ടി. ഈ തമ്പുരാട്ടി രാജാവിനെ പേടിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ തമ്പുരാട്ടിക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും പരിചയമില്ലായിരുന്നു. പാവം തമ്പുരാട്ടി എപ്പോഴും കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തമ്പുരാട്ടിക്ക് ബോറടിക്കുമായിരുന്നു. പക്ഷേ ഈ തമ്പുരാട്ടി നല്ലോണം പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി കിളിവാതിലൂടെ നോക്കി പുറത്തോട്ട് നോക്കി ഒരു പാട്ട് പാടുകയായിരുന്നു. അപ്പൊ തമ്പുരാട്ടി അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ തമ്പുരാട്ടിക്ക് ആ ചെറുപ്പക്കാരനെ ഒരുപാട് ഇഷ്ടായി. അങ്ങനെ ഈ തമ്പുരാട്ടി മനസ്സിൽ ഓരോന്നും ആലോചിച്ചു കൂട്ടി. ആ കാണുന്നത് എന്റെ രാജകുമാരനാണെന്നൊക്കെ. എന്നിട്ടോ? നീ തോകക്കാരി വെടിവെക്കല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. നീ വേഗം പറ. പക്ഷേ ആ കണ്ടത് ഒരു രാജകുമാരനായിരുന്നില്ല. അതവിടെ ജോലിക്ക് വന്ന് പുതിയൊരു ജോലിക്കാരനായിരുന്നു. തമ്പുരാട്ടിക്ക് അത് ജോലിക്കാരനാണെന്നൊക്കെ മനസ്സിലായി. എന്നിട്ടും തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് ഒരുപാട് ഇഷ്ടായി. എന്നിട്ട് തന്റെ ഇഷ്ടം ആ ജോലിക്കാരനോട് പറഞ്ഞു. പക്ഷേ ആ ജോലിക്കാരൻ അതൊന്നും അംഗീകരിച്ചില്ല. കുറെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. തമ്പുരാട്ടി വിട്ടില്ല. തമ്പുരാട്ടിക്ക് ആ ജോലിക്കാരനോട് വീണ്ടും വീണ്ടും തന്റെ ഇഷ്ടം പറഞ്ഞു. ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലായി. രാജകൊട്ടാരത്തിലെ മറ്റാരും കാണാതെ അവർ ദിവസവും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ തമ്പുരാട്ടി ഒരു സത്യം മനസ്സിലാക്കി. അവൾ ഗർഭിണിയാണെന്ന്. എന്നിട്ടോ? എന്നിട്ടെന്താ, ആ രാജകുമാരി ആ സത്യം ഈ ജോലിക്കാരനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ സന്തോഷങ്ങളൊക്കെ കുറച്ചു നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സംസാരങ്ങളൊക്കെ എങ്ങനെയോ ആരോ കേട്ട് മനസ്സിലാക്കി അത് രാജാവിന്റെ ചെവിയിലെത്തിച്ചു. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താവാൻ, രാജാവ് അവരെ 2 പേരെയും വിളിച്ചു. 2 പേരോടും കാര്യങ്ങൾ തിരക്കിയിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവർക്കിട്ടൊരു പണി കൊടുത്തു. എന്തു പണി? അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചോ? ഹേയ്, ഇല്ലില്ല, അതാണ് പണി കൊടുത്തത്. 2 പേരെയും ഈ രാജാവ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ ആളെ വെച്ച് ഈ പാവം തമ്പുരാട്ടിയും ഈ ജോലിക്കാരനെയും കൂടെ ജീവനോടെ തീയിലിട്ട് ചുട്ട് കരിച്ചു കളഞ്ഞു. അയ്യോ, കരിച്ചു കളഞ്ഞെന്നോ? അപ്പം വയറ്റിലത്തെ കുഞ്ഞു വാവയോ? അതെ, ആ വാവ എന്തായി? വാവ എന്താവാൻ, ആ വാവയോടും കൂടിയാണ് ആ തമ്പുരാട്ടി ചുട്ട് കരിച്ചത്. അതുകൊണ്ട് ആ വാവയും മരിച്ചുപോയി. ആണോ? സത്യമാണോ?
അതെ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെടി, ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ എനിക്ക് പണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ്. ശോ, പാവം തമ്പുരാട്ടി. അതെ അതെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഷോക്ക് അടിച്ചു പോയോ? നമുക്ക് അപ്പൂപ്പൻ കാണാൻ പോകണ്ടേ? പോണം പോണം, എനിക്ക് പോണം. പോകാനോ? ഞങ്ങളെങ്ങുമില്ല, ഞങ്ങൾക്ക് പേടിയാണ്. അതെ അതെ, ഞമ്മളും ഇല്ല, ഞമ്മക്ക് പേടിയാണ്. എടാ, അതിനവിടെ പ്രേതം ഭൂതമൊന്നും ഇല്ല. നമുക്ക് പോയിട്ട് വെറുതെ ആ കുന്നും അവിടുത്തെ കാടും ഒക്കെ കണ്ടിട്ട് വരാം. ഹേയ്, ഞങ്ങളില്ലേ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയാണ്. അതെ അതെ, നിങ്ങൾ വേണമെങ്കിൽ പോട്, ഞങ്ങളില്ല. എടി, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയി അവിടെ കാണാം, എന്താ? ഹോ, സെറ്റ്, നമുക്ക് പോകാനേ. മീനുക്കുട്ടി, ഇത് തന്നെയാണോ നീ പറഞ്ഞ അപ്പൂപ്പൻ കുന്ന്? ആ അതെ കുഞ്ഞാറ്റേ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ അപ്പൂപ്പൻ കുന്ന്. എടി കുഞ്ഞാറ്റേ, നമുക്ക് പോകണോ? പിന്നെ പോകണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണാനാണോ പോകുന്നത്? വേണ്ട കുഞ്ഞാറ്റെ, എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യേ, ഇങ്ങനെ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിങ്ങളുടെ കൂടെ. എന്നാലും കുഞ്ഞാറ്റേ, ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എന്റെ പൊന്നു മക്കളെ, ഇതൊക്കെ നമ്മൾ ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്നാലും വേണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോവാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. എന്നാലും ഈ കാട്ടിൽ എന്തൊരു മൂകതയാണടി കുഞ്ഞാറ്റെ. എന്നാലും ഈ കാടിന്റെ ഒരു ഭംഗി, ആഹാ, അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടേ. എടി എടി, നമുക്ക് തിരിച്ചു പോകാടി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എടി കുഞ്ഞാവേ, കുഞ്ഞാറ്റയിലെ നമ്മുടെ ഒപ്പം പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മീനുക്കുട്ടി. എടി കുഞ്ഞാവേ, നീ എന്റെ കൈ പിടിച്ച് കൂടാ. എന്നാലും മീനുക്കുട്ടി, ഈ വഴി ഇതെങ്ങോട്ടാ? ഈ വഴി തീർന്നെന്നാ തോന്നുന്നത്. ആവോ, എനിക്കറിയില്ല കുഞ്ഞാറ്റെ, ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാറില്ല. അയ്യോ, വഴി അറിയില്ലേ? എടി കുഞ്ഞാറ്റെ, ഒന്ന് വാ, നമുക്ക് തിരിച്ചു പോവാമെന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാതിരിക്ക് കുഞ്ഞാവേ, ഏത് നേരം നോക്കിയാൽ തിരിച്ചു പോവാമെന്ന്. ഇങ്ങനെയുണ്ടോ ഒരു പേടി? എന്തായാലും നീ വഴി ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്, നമുക്ക് ഇങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അങ്ങനെ സമാധാനമായി. അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നു. കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ, ഒന്ന് നോക്കിക്കേ, അതാരാ അവിടെ നിക്കണതെന്ന് നോക്കിക്കേ. ആരാ അവിടെ നിക്കണെന്ന്? ഓ, അതൊരു പെൺകുട്ടിയാണല്ലോ. എന്തായാലും നമുക്ക് ചെന്നൊന്ന് വഴി ചോദിച്ചു നോക്കാം, അല്ലേ? എന്റെ പൊന്നു കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, അതാരാണെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വഴി ചോദിക്കണത്. അതിനിപ്പോ എന്താ കുഞ്ഞാവേ, നമുക്ക് വഴി അറിയാത്തോണ്ടല്ലേ. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? നീ ചോദിച്ചോ കുഞ്ഞാറ്റെ. ആ അത് തന്നെ, വഴി ചോദിച്ചാലല്ലേ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റൂ. എന്നാലും എനിക്കെന്തോ പേടിയാവുന്നു ആ പെണ്ണിന്റെ നിൽപ്പ് കണ്ടിട്ട്. പിന്നെ വെറുതെ പേടിക്കുന്നത്. ഞാൻ വാ കുഞ്ഞാവേ, നമുക്കൊന്ന് ചെന്ന് ചോദിക്കാം. ചേച്ചി 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 ചേച്ചി, ഞങ്ങൾക്കൊന്ന് അപ്പൂപ്പൻ കുന്നിന്റെ മുകളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? അപ്പൂപ്പൻ കുന്നോ? ആ, പറഞ്ഞു തരാലോ. ദേവി കണ്ടോ, ആ ചേച്ചി നമുക്ക് വഴി പറഞ്ഞു തരാമെന്ന്. മോളും നിങ്ങൾ അടുത്ത് വന്നേ, ഈ ചേച്ചിക്കൊരു സഹായം ചെയ്തു തരുമോ? ഓ, അതിനെന്താ ചേച്ചി, ചെയ്തു തരാലോ. അയ്യോ കുഞ്ഞാറ്റെ, വേണ്ട കുഞ്ഞാറ്റെ, പോണ്ട കുഞ്ഞാറ്റെ. നീ ഒന്ന് പോയ പെണ്ണ അവിടുന്ന്. പറ ചേച്ചി, എന്ത് സഹായം വേണ്ടേ? ആ, എനിക്ക് കുറച്ച് ചുണ്ണാമ്പ് തരുമോ? എന്ത് ചുണ്ണാമ്പോ? ആ, ഈ ചേച്ചിക്കൊന്ന് മുറുക്കാനാ. കുറച്ച് ചുണ്ണാമ്പ് താ. ആ, അത് ഞങ്ങളുടെ കയ്യിലില്ല. ചേച്ചി ചേച്ചി എന്തെങ്കിലും മുടിയൊക്കെ പാത്തിട്ടിട്ട്. ചേച്ചി 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 എന്താ നനങ്ങാത്തെ? കുറച്ച് ചുണ്ണാമ്പല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അത് നിങ്ങളുടെ കയ്യിലില്ലേ? അതെന്താ മക്കളെ ചുണ്ണാമ്പ് കയ്യിലില്ലാത്തത്? വേഗം ഓടിക്കൂ. ഓടി ഓടി ഒരു പരിവായി. രക്ഷപ്പെട്ടു, നമ്മൾ അങ്ങനെ കാടിന്റെ പുറത്തെത്തി. എന്റെ പൊന്നി മീനൂട്ടി, ദൈവത്തെ നീ ഇമാതിരി സ്ഥലങ്ങളിലൊന്നും ഞങ്ങളെ കൊണ്ടുവല്ലേ. മനുഷ്യൻ പേടിച്ച് പേടിച്ച് ചത്തു. ഞാനെന്ത് ചെയ്യാനാ? കുഞ്ഞാറ്റക്കല്ലേ അവിടെയൊക്കെ പോവാൻ ആഗ്രഹം. ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നല്ലോ, അവളുടെ നിർബന്ധത്തിന് പോയതല്ലേ. അല്ല, അവളെവിടെ?
അയ്യോ എന്റെ കുഞ്ഞാറ്റ, എനിക്ക് അവളെ കാണണം. കുഞ്ഞാവേ, നീ ഒന്ന് കരയാതിരിക്കെ, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നീ പേടിക്കാതെ, അവൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്ക് നല്ല പേടിയുണ്ട് മീനുട്ടി. വീട്ടിൽ ചെന്ന് അച്ഛനമ്മയൊക്കെ ചോദിക്കും, നമ്മൾ എന്താ പറയാ? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. അവൾ എവിടെയായിരിക്കും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ നിന്ന് നോക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ തന്നെ തിരിച്ചു പോകാം. കുഞ്ഞാറ്റേ, ഒന്ന് വാ കുഞ്ഞാറ്റേ, ഒന്ന് വേഗം വാ. അയ്യോ, ഓടി 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 മനുഷ്യന്റെ ഊപ്പാടിളകി. അയ്യോ, ഞാനിവിടെ എത്തിയത്. കുഞ്ഞാവേ, മീനുട്ടിക്ക് എവിടെ? അയ്യോ, മീനുട്ടി എന്നോട് 100 പ്രാവശ്യം പറഞ്ഞതാ അവിടെ ഒന്നും പോവണ്ട പോവണ്ട എന്ന്. ഞാൻ അവരേക്ക് അവിടൊക്കെ കൊണ്ടുപോയത്. അവിടെ ഒരു വീടുണ്ടല്ലോ, അങ്ങോട്ട് പോയി നോക്കിയാലോ? എനിക്ക് പേടിയാവുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്തായാലും പോയി നോക്കാം. ഇവിടെ ആരുമില്ലേ? ചേച്ചി, ചേട്ടാ, ഇവിടെ ആരുമില്ലേ? അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാവിടെ? അമ്മമ്മേ, അമ്മമ്മേ, അമ്മമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അതെല്ലോ, മോൾ ഏതാ? ഇപ്പോഴാണ് സമാധാനമായത്. അമ്മമ്മേ, ഞാൻ വഴിതെറ്റി ഇവിടെ എത്തിച്ചേർന്നതാ. ആണോ? മോളുടെ വീട് എവിടെയാ? വീട് അങ്ങ് ദൂരെ അമ്മമ്മേ. ഞങ്ങളെ കാടൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ മലയുടെ താഴെയാണ് എന്റെ വീട്. ആണോ? എന്നാലേ എങ്ങനെ മോൾ ഇവിടുന്ന് പോകും? അയ്യോ, എനിക്ക് വയ്യായില്ല അമ്മമ്മേ. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അമ്മമ്മ, എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? എന്നെ വീട്ടിൽ പോകാനൊന്ന് സഹായിക്കോ? ഓ, അതിനെന്താ, അമ്മൂമ്മ സഹായിക്കാലോ, പേരെത്തി സഹായിക്കാം. മക്കൾ അവിടെ തന്നെ ഇരിക്കും, അമ്മൂമ്മ ഇപ്പൊ തന്നെ വരാം. ഇതെന്താ അമ്മമ്മ ഓടിപ്പോയത്? അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് ഓടി വാ അമ്മമ്മേ. എനിക്ക് പേടിയാവുന്നു. അമ്മമ്മേ, അമ്മമ്മേ. പേടിക്കണ്ട മോളെ, ദാ അമ്മൂമ്മ ഇപ്പൊ വരാട്ടോ. അയ്യോ, അയ്യോ, ഇതെന്താ ഈ മേലിൽ തന്നെ എന്റെ അടുത്തേക്ക് വരുന്നത്? അയ്യോ, അയ്യോ, അമ്മമ്മേ, അമ്മമ്മേ, ഒന്ന് വേഗം വാ അമ്മമ്മേ. അയ്യോ, ഈ മേലിൽ തന്നെ കെട്ടോ. മോളെ കുഞ്ഞാറ്റേ, നീ നോക്ക്, ഇതാരാണെന്ന്. അയ്യോ, അയ്യോ, ആരാത്, ആരാത്? എനിക്ക് പേടിയാവുന്നു. എവിടെയാണോ? എടി കുഞ്ഞാറ്റേ, നീ ഒന്ന് കണ്ണു തുറക്കോ. പോത്ത് പോലെ കിടന്നുറങ്ങും, എന്നിട്ട് ഓരോരോ സ്വപ്നം കാണും. നല്ല രസമായിരുന്നു എടി നിന്റെ ഇത്രയും നേരത്തുള്ള കമന്ററി കേൾക്കാൻ. അപ്പൂപ്പൻ കുന്നിലാ? പിന്നെ നമ്മൾ അമ്മൂമ്മ കുന്നിലാ പോയത്. ഒന്ന് പോടി കുഞ്ഞാറ്റ അവിടുന്ന്. സമാധാനമായി. ആ പ്രേതത്തിന്റെ സിനിമ ഓഫാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഒറ്റയ്ക്കിരുന്ന് കാണാനേ പേടി തന്നെയാണ്. അല്ലെങ്കിലും അതിലുള്ള പ്രേതത്തിനെ കാണുമ്പോഴേ പേടിയാവുന്നുണ്ട്. പിന്നെ ഇവളുടെ മുന്നിൽ ഞാൻ ധൈര്യം അഭിനയിച്ചതല്ലേ. ഇവളെന്താ ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണോ? എടി കുഞ്ഞാവേ, കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെ മുഖവും താഴ്ത്തി നിൽക്കണത്? നിനക്കെന്തെങ്കിലും പറ്റിയോ? എടി കുഞ്ഞാവേ, ഇങ്ങോട്ട് നോക്കടി. ആരാടി കുഞ്ഞാവ? ഞാൻ കുഞ്ഞാവി ഒന്നുമല്ല. കുഞ്ഞാവേലെന്നോ? പിന്നെ നീ ആരാണ്? ഞാനാണ് നീലി. നീലിയോ? നീ നീല കളർ ഡ്രസ് ആയിട്ടതെന്ന് എനിക്കറിയാം. അതിനെന്തിനാടി നീ ഇങ്ങനെ നീലിയാണെന്നൊക്കെ പറയണത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഞാനാണ് കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലിയോ? ഇവൾ എന്തൊക്കെയാ പറയണത്? നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടി. ഞാനെങ്ങാൻ തിരിഞ്ഞു നോക്കിയാൽ നീ പേടിച്ചു പോകും. നീ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എടി കുഞ്ഞാവേ, നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? നിന്നോട് പറഞ്ഞില്ലേ ഞാൻ കള്ളിയങ്കാട്ട് നീലിയാണെന്ന്? കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എനിക്ക് പേടിയാവുന്നു. നിന്റെ മുഖത്തിന് എന്ത് പറ്റി? നീ എന്താ മുഖം ഇങ്ങനെ ഒക്കെ വെച്ചത്? എന്ന് മര്യാദയ്ക്ക് നിൽക്ക്. നിനക്ക് പേടിയാവണം. നിന്റെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്? നിനക്ക് പ്രേതങ്ങളെയൊന്നും പേടിയില്ല അല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാമടി. നിന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും ഞാൻ കുടിക്കും.
അയ്യോ അമ്മ, ഓടി വാ, ഓടി വാ. നീ വിളിച്ചു കൂവിയിട്ടൊന്നും കാര്യമില്ലടി. നിന്റെ ശബ്ദമൊന്നും പുറത്തു കേൾക്കില്ല. നീ എത്ര ഉറക്ക വിളിച്ചു കൂവിയിട്ടും കാര്യമില്ല. അമ്മ, അമ്മ, ഓടി വാ, ഓടി വാ. അങ്ങോട്ട് മാറി നിൽക്കടി. നിനക്കെന്റെ നീണ്ട വെളുത്ത കൂർത്ത പല്ലുകൾ കാണണോ? കാണണോ എന്ന്? അയ്യോ വേണ്ട വേണ്ട, എനിക്കൊന്നും കാണണ്ട. നീ ആ കുഞ്ഞാവയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അവളോട് കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിനക്ക് പ്രേതത്തെയൊന്നും പേടിയില്ല എന്ന്. പിന്നെ എന്തിനാണ് നീ ഇപ്പം പേടിക്കുന്നത്? അത് പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ. കുഞ്ഞാവെവിടെ, കുഞ്ഞാവെവിടെ എന്ന്? അവൾ അപ്പുറത്തെ റൂമിലുണ്ട്. അവളുടെ രൂപത്തിൽ വന്ന പ്രേതമാണ് ഞാൻ. അമ്മ, ഒന്ന് ഓടി വാ അമ്മ. എന്തുവാണ് ഇവിടെ നിന്നാൽ ബഹളം കേൾക്കണത്? കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. അമ്മ, എന്തിന്? എന്താണ് നീ തിട്ടയാൻ പറയുന്നത്? അമ്മ, നീ കുഞ്ഞാവ പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, ഒരൊറ്റ വീക്കം വെച്ച് കേട്ടോ. കുറെ സമയമായി, ഞാൻ ക്ഷമിക്കുന്നു. നിന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുഞ്ഞാത്തെ. എന്തിനാണ് നീ ഇങ്ങനെ അലറി കൂവിയത്? അമ്മ, അമ്മ കാണുന്നില്ലേ? ദേ ഇപ്പത്തെ പ്രേതമുള്ളത് അമ്മ കാണുന്നില്ലേ? പ്രേതമോ? എവിടെ? ഒറ്റക്ക് ലൈറ്റും ഓഫ് ആക്കിയിരുന്നിട്ട് ഓരോ സിനിമ കാണും, എന്നിട്ട് തുടങ്ങിക്കോളും പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്നോട് ആരാടി പ്രേതത്തിന്റെ സിനിമ കാണാൻ പറഞ്ഞത്? അതല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അമ്മ, അമ്മയുടെ കണ്ണ് എവിടെയാ ഉള്ളത്? അമ്മ ഒന്ന് ഇപ്പത്തേക്ക് നോക്ക്, ഇവിടെയാ പ്രേതമുള്ളത്. ഇവിടെ ഞാനൊന്നും കാണുന്നില്ലല്ലോ പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും. കാണുന്നില്ലേ? അവളെവിടെ പോയി? ആരെവിടെ പോയെന്നാ നീ ചോദിക്കുന്നത്? നീലി. നീലിയോ? ഏത് നീലി? നീയേ അപ്പുറത്തുള്ള ദിവാനാരേട്ടന്റെ വീട്ടിലത്തെ നീലിയുടെ കാര്യമാണോ പറയണത്? ഓ അല്ല അമ്മ, കല്ലിയങ്കാട്ട് നീലി. കല്ലിയങ്കാട്ട് നീലിയോ? ഡി പെണ്ണെ, എന്നെ അധികം വെറുതെ ദേഷ്യം പിടിപ്പിച്ചാലേ കല്ലിയങ്കാട്ട് നീലി ഞാൻ തന്നെയും ആകും. പിന്നെ നിന്റെ കഴുത്തി ഞെരിച്ച് ഞാൻ കൊല്ലും. മര്യാദയ്ക്ക് എന്തോന്നാന്ന് വെച്ചാൽ തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ, അവളില്ലേ ആ കുഞ്ഞാവ? അവളുടെ ദേഹത്തെ പ്രേതം കയറി. അവളുടെ രൂപത്തിലെ ഇവിടെ കല്ലിയങ്കാട്ട് നീലി വന്നു. ആ പ്രേതം ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ചോര കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു രക്തദാഹിയായ പ്രേതം. സത്യമാ ഞാൻ പറയണതമ്മ. അപ്പ അതാണോ കാര്യം? എടി, കുഞ്ഞാവ് ഇപ്പ നിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയത്. പോകുന്നത് ഞാൻ കണ്ടല്ലോ. അവള് നടന്നു പോകുന്നത് തന്നെയാണോ അമ്മ കണ്ടത്? അല്ലടി, അല്ല, അവളെ പറന്നു പോകുന്നതാ ഞാൻ കണ്ടത്. എന്തേ? വെറുതെ ഓരോന്ന് പിച്ചും പെയ്യും പറയൂ. സത്യമാ അമ്മ, അവൾ പ്രേതമാണ്, പ്രേതം. പ്രേതമല്ല, ഭൂതം. നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നീ കുഞ്ഞാവേ, കുഞ്ഞാവേ, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. വേണ്ടമ്മ, വേണ്ട, അവളെ വിളിക്കണ്ട. അവളുടെ മുഖമൊക്കെ വികൃതമാണ്. എന്നിട്ട് അവളുടെ കഴുത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. നിന്റെ രക്തം ഞാനിപ്പോൾ ഊറ്റി കുടിക്കും. മിണ്ടാതിരിക്കാനാ നിന്നോട് പറഞ്ഞത്. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, ഇങ്ങോട്ടേക്ക് വരാനാ നിന്നോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വാടി. എന്താ അമ്മ? അമ്മ എന്നെ വിളിച്ചോ? ഇവൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറയുന്നത്? എന്താ അമ്മ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഇവളെ പേടിപ്പിച്ചോ? പേടിപ്പിച്ചോന്ന്? പിന്നെ ഞാനെങ്ങാനും ഇവളെ പേടിപ്പിച്ചാൽ ഇവളെ പേടിച്ചേനെ. അല്ലെങ്കിൽ തന്നെ ഇവക്ക് പേടിയുണ്ടോ? ഇവളിൽ ഇപ്പൊ കുറച്ച് മുന്നേ ടി വി കാണുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞത് അവൾക്കൊരു പേടിയുമില്ല, പേടി മുഴുവൻ എനിക്കാണെന്നേ. പിന്നെ ഇവൾ എന്തൊക്കെയായി പറയണത്? അവൾക്ക് വട്ടാണമ്മ. വെറുതെ അവൾ ഓരോ പിച്ചും പെയ്യും പറയുക. അല്ല അമ്മ, സത്യമായിട്ടും അല്ല അമ്മ, ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. ദാ നോക്കമ്മ, ഇവൾ പ്രേതമാണ്, പ്രേതം. ദേ പെണ്ണെ, വെറുതെ ഓരോ സിനിമയും കണ്ടുവച്ചിട്ട് എന്നോട് തർക്കിക്കാൻ നിന്നാലുണ്ടല്ലോ, നിന്റെ ഈ രണ്ട് ഉണ്ടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് രണ്ടക്ഷരം എടുത്തു വെച്ച് പഠിച്ചോ എന്ന്. അതെങ്ങനെയാ? സ്കൂളില്ലെങ്കിൽ ബുക്ക് എന്നൊരു സംഗതി കൈകൊണ്ട് പോലും തൊട്ടു പോകില്ലല്ലോ. ആ സമയം നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പ്രേതത്തിന്റെ ഭൂതത്തിന്റെ സിനിമ കാണും. എന്നിട്ടോ ബാക്കിയുള്ളവർക്ക് സ്വൈര്യക്കേടുണ്ടാക്കും. അമ്മ, അവൾ വെറുതെ ഓരോന്ന് കണ്ട് പേടിച്ചതാണ്. ഞാൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ ഒന്നുമല്ല. ഇവക്ക് വെറുതെ ഓരോ തോന്നുക, എന്നിട്ട് ഇങ്ങനെ വെറുതെ പേടിച്ചിരിക്കുകയാണ്. നുണ പറയുന്നടി. അപ്പം നീ എന്നെ പറ്റിച്ചതാണല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഇനി ഇങ്ങനെ രണ്ടും കൂടി ഇവിടെ നിന്ന് തല്ലുപിടി കൂടിയാൽ അടുപ്പത്ത് നല്ല തിളക്കണ വെള്ളമുണ്ട്. അതെടുത്തോണ്ട് വന്നിട്ട് രണ്ടിന്റെ തലയിലൂടെ ഞാൻ ഒഴിച്ചു തരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ ഉണ്ടോ രണ്ട് കുട്ടികൾ എവിടെയെങ്കിലും? എന്റെ ദൈവമേ, ഈ ഞായറാഴ്ചയും കൂടെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്റെ ചെവിക്ക് കുറച്ചെങ്കിലും സ്വസ്ഥത ഉണ്ടായേനെ. രണ്ട് സ്വല്ലപ്പാട് കുട്ടികൾ. മോളെ, കുഞ്ഞാറ്റേ, നീ പേടിച്ചോ? നീ എന്തിനാടി ഇവിടെ കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നത്? നിന്നോടാ പോയിക്കോളാൻ പറഞ്ഞത്. ഇതൊക്കെ നിന്റെ അടവായിരുന്നല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം.
ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ പാലും വെള്ളത്തിൽ തരും. അങ്ങനെയൊന്നും പറയാതെ മോളെ, ഇത് ഞാൻ തന്നെയാ, നീലി. നീലി, കള്ളിയങ്കാട്ട് നീലി. കണക്കായിപ്പോയി. ഒരിക്കൽ പേടിച്ചെന്ന് കരുതി എപ്പോഴും ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു നീലി വന്നിരിക്കുന്നു. എന്തായാലും എന്റെ പൊന്നു മോളെ, ഒരിക്കലാണെങ്കിൽ ഒരിക്കൽ പേടിച്ച് ചമ്മി നാറിയല്ലോ. എനിക്കത് മതി. ഞാനേ ഇത് സ്കൂൾ പോയിട്ട് എല്ലാവർക്കും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കും. പിങ്കി മോളോടും ഉസ്മാനോടും ഒക്കെ പറഞ്ഞു കൊടുക്കും. പേടി തൊണ്ടത്തി, അയ്യേ പേടി തൊണ്ടത്തി. ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും ഒരു പേടി തൊണ്ടത്തി? അത് പിന്നെ ഞാൻ പേടിച്ചൊന്നുമല്ല, ഞാൻ പേടിച്ചതുപോലെ അഭിനയിച്ചതാ. വീണടെ നിന്ന് ഉരുളണ്ടടി, എനിക്കൊക്കെ മനസ്സിലായി. അയ്യയ്യേ, ഒരു വലിയ പ്രേതത്തിന്റെ സിനിമ കാണാൻ വന്നിരിക്കുന്നു. പേടി തൊണ്ടത്തി. എനിക്ക് നാളത്തേക്കുള്ള ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഞാൻ ചമ്മി നാറിയല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പടച്ചോനെ, നമ്മളെ നട്ട ചെടി ഉണങ്ങി പോവുകയാണല്ലോ. ഇവിടെ ഒരൊറ്റ സേത്താന്മാരല്ലേ ഇതൊന്നും നനക്കാൻ. നമ്മൾ രണ്ടേ സീട ഇല്ലാന്നും കൊണ്ട് ചെടിക്കൊന്നും വെള്ളം കൊടുക്കാണ്ട് എല്ലാവരും പോയി കിടക്കുന്ന സൈന, സൈന, എടി സൈന, അന്നെയാ വിളിക്കണത്. അന്റെ ചെവി പൊട്ടിയടി. ഉസ്മാനെ, എടാ ഉസ്മാനെ, ഈറ്റിങ്ങളല്ലേ എവിടെ പോയി കിടക്കണ? ഒരൊറ്റ അതിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഉസ്മാനെ, എടാ ഉസ്മാനെ. ഓ, എന്തിനാണ് ഇല്ല ഞങ്ങളിങ്ങനെ വിളിച്ചു പോണത്? ആ, ഈ ജീവിതത്തിൽ ഉണ്ടായിരുന്നടാ ചെറുക്ക. എത്ര നേരമായിരുന്നോ നമ്മൾ വിളിച്ചു പോണത്? അന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? അല്ല വല്യമ്മ, നമ്മളെന്താ പശുവോ? നിങ്ങളെ നാളെ പോയി വിളിച്ചു നോക്കാനേ. നമ്മളെ കാണണമെങ്കിൽ ഇങ്ങ് ഇവിടെ വരണം, അല്ലാണ്ട് നാളെയല്ല പോണ്ടത്. ഓ, തുടങ്ങിയോന്റെ അധിക പ്രസംഗം. എടാ ചേർക്ക, നമ്മളിരുന്ന് പോകുമ്പോ ഏൽപ്പിച്ചല്ലേ നമ്മളെ ചെടിയൊക്കെ മര്യാദയ്ക്ക് നോക്കണമെന്ന്. അതിന്റെ ഒരു കോലം നോക്ക് നീ. തുടങ്ങി വാടി വീണ്. അതിനൊരിത്തിര വെള്ളം കൊടുത്ത് നനക്കാൻ ഇന്ന് ഏൽപ്പിച്ചിട്ട് പോയതല്ലടാ നമ്മള്. ഓ, ഇതായിരുന്നോ കാര്യം? നമ്മളടങ്ങ് മറന്നു പോയിക്കത്. ഓ, വലിയ കാര്യമായിപ്പോയി. മറന്നു പോയിക്കല്ലടാ സൈത്താനെ. അല്ലോ വല്യമ്മ, നമ്മൾ നുള്ളാതെ. അന്റെ ചന്തിക്കിട്ട് രണ്ട് നുള്ളു കിട്ടാണ്ട് ഇതൊക്കെ നിന്നോട് മറന്നു പോകും. ഇല്ല, ഇനി നമ്മളോട് മറന്നു പോവില്ല. വിട്. ഒരു കാര്യം ഏൽപ്പിച്ചു പോയാലേ ഉത്തരവാദിത്വത്തിൽ ചെയ്യണം. കേട്ടടാ? കേട്ടു. ഓളേടെ അന്റെ ഉമ്മ? നമ്മൾ കണ്ടിട്ടില്ല. അതെന്താ ഇജ്ജിപ്പറയലല്ലേ താമസിക്കണത്? തന്നെ, പക്ഷെ ഉമ്മ അടിയാളെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഞമ്മക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക. അനക്കെന്താ ഇവിടെ പണി? വല്ലാത്ത ജാതി. ഇന്നെന്തിനാ വല്യമ്മ നമ്മളെ വെക്കിട്ട് കയറണത്? ഞമ്മക്ക് 100 കൂട്ടം പഠിക്കാൻ തന്നെ ഉണ്ട്. അന്നേരം പേരല കാര്യം നോക്കി നടക്കല്. എടാ സേത്താനെ, അനക്കെപ്പോഴുള്ളത് എന്തെങ്കിലും പണി പറയുമ്പോ എന്റെ പഠിക്കുന്ന കാര്യം പറയല്. പഠിക്കലിട്ട് പഠിക്കോ ഇല്ല, പണിയിട്ട് എടുക്കോ ഇല്ല. അന്നെ തിന്നാനല്ലാണ്ട് വേറെന്ത് ബിലാത്തിക്കാക്കൊള്ള? ഓ, ഇങ്ങക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല, എപ്പം നോക്കിയാലും പറയാന്. നമ്മള് പോന്നാ? എവിടെ പോന്നാന്ന്? ഞമ്മക്ക് കളിക്കാൻ പോണം. ഓ, അതിന് 4 കാലാണോ എനിക്ക്? വല്ലാത്ത ജാതി വല്യമ്മ. എടാ ഉസ്മാനെ, ഒന്ന് പറഞ്ഞിട്ട് പോടാ. അന്റെ ഉമ്മ എവിടെ? നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ കാണാൻ മുന്നേ നിങ്ങളൊക്കെ ഇവിടെ ഹാജരായോ? നീ വന്നടാ ഉസ്മാനെ. അതെന്താ നിന്റെ മുഖം കടന്നൽ കുത്തിയത് പോലെ? ഇനി വരണ വഴിക്ക് വല്ല കടന്നലും കുത്തിയോ നിന്നെ? ഒന്ന് പോടി അവിടുന്ന്. നമ്മളെ വീട്ടിലില്ലേ ഒരു വല്യമ്മ, വല്യമാരെയും കൊണ്ട് വല്ലാത്ത ശല്യം തന്നെയാ. അപ്പൊ എന്തോ തള്ളിപിടി ഉണ്ടാക്കി വന്നതാണല്ലോ. തള്ളിപിടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വീട്. നിങ്ങൾക്ക് കുറെ സമയമായി ഇവിടെ വന്നിരുന്നിട്ട്? ഞങ്ങൾ കുറെ നേരമായി നിന്നെയും കാത്തു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ കളിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ലടാ ഉസു. തുടങ്ങി അവൾ വീണ്ടും മുസൂന്ന് വിളിക്കാൻ. എടി, അന്നോട് നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന്. അന്റെ ഉണ്ട കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിന്നെ അതിന് നീ ഇങ്ങോട്ടേക്ക് വന്നേച്ചാലും മതി, ഞാൻ ഇവിടെ തന്നെ നിന്ന് തരാം. അശോ, നിങ്ങൾ ഇങ്ങനെ അടിപിടി കൂടാതെ. അതെ അതെ, അടിപിടി കൂടാതെ നമുക്ക് കളിക്കാം. അത് അവളോട് പറ, അവളല്ലേ ആദ്യം തുടങ്ങിയിട്ടത്. അവളുടെ ഒരു പുസുവിളി. ഓ സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി വിളിക്കില്ല. ഓക്കെ. എങ്കിൽ വാ, നമ്മൾ എന്ത് കളിയാ കളിക്കുക? ഓടി കളിക്കണ്ട, കാരണം നല്ല വെയിലാണ്. അതെ അതെ, വെയിലത്തോടി കളിച്ചാലേ നമ്മൾ തളർന്നു പോകും. നമുക്ക് ഇവിടെ ഇരുന്നിട്ടെങ്കിലും കളി കളിക്കാം. ഇരുന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മക്കുതിക്ക് കളിച്ചാലോ? അതൊക്കെ. എങ്കിൽ ശരി, എല്ലാരും ഇവിടെ കൈവെക്ക്. അക്കുത്തിക്കുത്താന വരമ്പത്ത് വെൽക്കോ 12
പന്ത്രണ്ടാനേം കുതിരയും ജയിച്ച് കുളിച്ച് വരുന്നത് എന്തുമ്പോൾ മുരിക്കുമ്പോൾ. ആ മുരിക്കിലെ കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. പിങ്കിമോൾ ഔട്ടായി. ഇല്ല ഇല്ല, ഞാൻ ഔട്ടായിട്ടില്ല. അല്ല, നീയാണ് ഔട്ടായത്. ആഹാ, പറ്റില്ല പറ്റില്ല, ഇത് കള്ളക്കളിയാണ്. അല്ല പിങ്കിമോളെ, ശരിക്കും നീ ഔട്ടായതാണ്. ഇല്ല, ഞാൻ സമ്മതിക്കൂല, ഞാൻ ഔട്ടായിട്ടില്ല. ആഹാ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. പിങ്കിമോളെ വെറുതെ കച്ചറ ഉണ്ടാക്കിയ പിന്നെ കളിക്കില്ല കേട്ടോ. ഷോ, അപ്പൊ ശരിക്കും ഞാൻ ഔട്ടായോ? അതെ പിങ്കിമോളെ, ശരി. ഇനി ഇജ്ജങ്ങോട്ട് മാറി നിൽക്കവളെ, ഞങ്ങൾ കളിക്കട്ടെ. അക്കുത്തി കുത്താന വരുമ്പോ വലിക്കോ 12 കുതിരയും ജയിച്ച് കുളിച്ച് വരുമ്പോൾ എന്തുമ്പോൾ മുറിക്കുമ്പോൾ മുറിക്കിലെ കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. കുഞ്ഞാവ ഔട്ടായി. കുഞ്ഞാവക്ക് അങ്ങനെ തന്നെ കിട്ടണം. അയ്യോ ഇല്ല ഇല്ല, ഞാൻ ഔട്ടായിട്ടില്ല, ഞാൻ ഔട്ടായിട്ടില്ല. ഒന്ന് പോടി കുഞ്ഞാവേ, നീ ഔട്ടായി. ഇല്ല ഇല്ല, പറ്റില്ല പറ്റില്ല, നിങ്ങൾ കള്ളക്കളി കളിക്കുന്നതാണ്. അത് തന്നെ ഞാനും പറഞ്ഞത്. ഉസ്മാ മുഴുവൻ കള്ളക്കളിയാണ്. ഇത് പിങ്കിമോളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കള്ളക്കളിയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാ കളിക്കുക. നിങ്ങളുടെ കൂടെ കളിക്കാനേ ഞാനില്ല, നിങ്ങളാണ് കള്ളക്കളി കളിക്കുന്നത്. അയ്യോ മതി മതി, നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടാതെ. ഇനി ഞാനും ഉസ്മാനും തമ്മിൽ കളിക്കട്ടെ. ദീ കുഞ്ഞാവേ, ഇനി നീ അങ്ങോട്ട് മാറി നിൽക്ക്. അക്കുത്തി കുത്താന വരുമ്പോ വലിക്കോ 12 കുതിരയും ജയിച്ച് കുളിച്ച് വരുമ്പോൾ എന്തുമ്പോൾ മുറിക്കുമ്പോൾ മുറിക്കിലെ കൊക്കോ പ്രാവിന്റെ കാലോ കയ്യോ ചെത്തിക്കോരി മടങ്കാട്ടിത്ത. കുഞ്ഞാറ്റയും ഔട്ടായി. കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവൻ കള്ളക്കളി കളിക്കുവായിരുന്നു. അതെ അതെ, ഉസ്മാൻ മുഴുവൻ കള്ളക്കളിയാണ്. ആഹാ, ഇത് കള്ളക്കളിയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാ കളിക്കേണ്ടത്. കളിക്കേണ്ടത് ഇങ്ങനെ തന്നെയാ. പക്ഷെ നീ മുഴുവൻ തെറ്റിച്ചാണ് എണ്ണിയത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എണ്ണ പോരായിരുന്നോ? നീ എന്താ എണ്ണാതിരുന്നത്? നിനക്ക് എന്താ എണ്ണം അറിയില്ലേ? നിങ്ങളാണ് ഇപ്പൊ കള്ളക്കളി കളിക്കണത്. അതുകൊണ്ട് നിങ്ങളോട് കളിക്കാൻ ഞാനില്ല. നമ്മൾ പോന്ന നമ്മളെ പുറകേന്ന് വിളിക്കണ്ട കേട്ടോ. അയ്യോ, പുറകേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞത് വെറുതെ ആയോ? ഇവരെന്നെ പുറകെ നിന്ന് വിളിക്കില്ലേ? വിളിച്ചില്ലെങ്കിൽ ഞാൻ ശശിയാവുമല്ലോ. ഞാൻ പിന്നെ ആരോടെയാ കളിക്കുക? പഠിച്ചോനെ, നമ്മളെ ചതിക്കല്ലേ. പഠിച്ചോനെ, നമ്മളെ വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ഉസു, വിളിച്ച് ഓടി നമ്മളെ പുസൂന്ന് വിളിച്ച്. എന്താ നിങ്ങളോടല്ലേ നമ്മൾ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ എന്തിനാ പുറകേന്ന് വിളിച്ചത്? നിങ്ങളോട് കളിക്കാൻ ഞാനില്ല. അതല്ല ഡൗസു, നിന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചതല്ല. കളിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ, പിന്നെ എന്തിനു വിളിച്ചതാ? അതായത് ഉസു, ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. നീ അപ്പൂസിനെയും കുഞ്ചൂസിനെയും കണ്ടാൽ ഈ വിവരം അവരോട് പറഞ്ഞേക്ക്. അതിനാ നിന്നെ വിളിച്ചത്. അതേടത്തേക്ക് നിങ്ങൾ പോകുന്നത് നമ്മളെ കൂട്ടാണ്ട്? എവിടെ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്? എടാ ഉസ്മാനെ, നമ്മുടെ പുഴയുടെ അപ്പുറത്ത് ആ പറമ്പിൽ ഒരു മരത്തിൽ നിറയെ പുളി ഉണ്ടായില്ലേ, നല്ല വാളൻ പുളി. ഞങ്ങൾ അത് പറിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏത് മരത്തില്? ആ മുത്തശ്ശി തള്ളയുടെ മരത്തിലോ? അതേടാ, ആ മുത്തശ്ശി തള്ളയുടെ മരത്തിൽ തന്നെ. അവിടെ നിറയെ പഴുത്ത പുളിയും പച്ചപ്പുളിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പുളിയെന്ന് കേട്ടാൽ തന്നെ നമ്മളെ വായിന്ന് വെള്ളം വരും. ഓഹോ, അപ്പൊ എന്നെ കൂട്ടാണ്ട് നിങ്ങൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്തതാണല്ലേ? എടാ ഉസ്മാനെ, നീയല്ലേ ഞങ്ങളുടെ കൂടെ കളിക്കാനില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നത്? അതിന് ഞാൻ നിങ്ങളോട് കളിക്കാനില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. പുളി പറിക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ പോയി പുളി പറിക്കാൻ നീയും വരുന്നുണ്ടോ? അങ്ങനെ ഞാനില്ലാതെ നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് പോകണ്ട. നിങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെ ഒക്കെ ഞാനും ഉണ്ടാകും. എടാ കൊതിയാ, നീയേ കൊതിയും കേശുവാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞാവേ. പക്ഷെ നമ്മൾ എങ്ങനെ അവിടെ പോയി പുളി പറിക്കും? അതിനാ മുത്തശ്ശി താഴെ വിടുമോ? അതും ഒരു പ്രശ്നമാണ്. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഉച്ച സമയത്ത് പോകാം. ആ സമയത്ത് ചിലപ്പോൾ ആ മുത്തശ്ശി അവിടെ കിടന്നുറങ്ങും. അതെ അതെ, അത് നല്ല ഐഡിയ. ആ സമയത്ത് പോയാലേ ആ മുത്തശ്ശി ഉറങ്ങുമ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാണ്ട് മെല്ലെ പുളി പറിക്കാം. പക്ഷെ ആര് മരത്തിൽ കയറും? അതോ നിങ്ങൾ ബേസാറാവണ്ട, ഞമ്മളില്ലേ, ഞമ്മൾ കയറിക്കോളാം മരത്തിൽ. ഓക്കെ, എങ്കിൽ സെറ്റ്. അപ്പൊ നാളെ നമ്മൾ പുളി പറിക്കാൻ പോകുന്നേ. വല്ലാത്ത ജാതി, ഒന്ന് അനങ്ങി നടക്കണ്ടേ പെണ്ണുങ്ങളെ? കൊറേ നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏടിയാ മുത്തശ്ശി തള്ളയുടെ വീട്? ഇനിതാ ആ വളവും കൂടെ കഴിഞ്ഞാലേ അവിടേക്ക് എത്തുക. എന്നാ ഒന്ന് വേഗം അങ്ങ് നടന്നോട്. മനുഷ്യന് നടന്ന് ക്ഷീണം പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അയ്യോ നോക്കടാ, അവിടെ വലിയൊരു കല്ലുണ്ടല്ലോ. അതിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. ശരിയാണല്ലോ, ഇതിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. ആ കല്ല് കാണുമ്പോഴേ പേടിയാവണം. അത് നമ്മുടെ തലയിലേക്ക് വീഴുമോ? കുഞ്ഞാവേ, എനിക്ക് ശരിക്കും പേടിയാവണുണ്ട്. നമുക്ക് പുളി പറിക്കാൻ പോണോ? തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ? കൊറേ പേടിത്തോറികൾ. നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങളുടെ കൂടെ നമ്മളില്ലേ? അതിന് കല്ല് തലയിൽ വീഴുമ്പോൾ നീ ഉണ്ടായിട്ടെന്താ? കല്ല് തലയിൽ വീഴുമ്പോഴേ നമ്മൾ അതിനെ പിടിച്ചു നിർത്തും. ഒന്ന് പോടാ പുളുവടി ഉസ്മാനെ. ഇങ്ങനെയാ ഒരു രോഗ പുളുവടിക്കാരൻ. എടി പുളുവടി ഒന്നുമല്ല, സത്യമാ. നമ്മളെ കോമ്പ്രാൻ കുടിക്കുന്നുണ്ട്.
അതുകൊണ്ട് നമുക്ക് ഭയങ്കര ശക്തിയാ. നിങ്ങൾ പേടിക്കാതെ ധൈര്യത്തോടെ എന്റെ കൂടെ വാ. ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മളിപ്പോൾ എവിടെയാ എത്തിയത്? ആ, ഇത് തന്നെയാണ് മുത്തശ്ശി തള്ളയുടെ വീട്. ഇതോ? അതെ, ഇത് തന്നെയാണ് വീട്, എനിക്ക് ഉറപ്പുണ്ട്. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. പിന്നെ ഇതാ വീടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതെന്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്. ആ വീടിന്റെ മുന്നിൽ വലിയൊരു ഗേറ്റ് ഉണ്ടെന്ന്. ഇവിടെ അടുത്ത് ഇതുപോലെ ഗേറ്റുള്ള വേറൊരു വീടില്ലല്ലോ. അപ്പൊ ഇത് തന്നെയായിരിക്കും വീട്. കുഞ്ഞാവേ, പക്ഷെ നമ്മൾ എങ്ങനെ ഈ വീടിന്റെ ഉള്ളിൽ കയറും? അതെ, ശരിയാണല്ലോ, ഈ വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടാണല്ലോ ഉള്ളത്. അതിനൊരു വഴിയുണ്ട്, നമുക്ക് ഗേറ്റ് ചാടാം. ഈ വീടിന്റെ വലതുവശത്താണ് ആ പുളിമരം ഉള്ളത്. നമുക്ക് ഗേറ്റ് ചാടിയിട്ട് പുളിമരത്തിന്റെ അടുത്തേക്ക് എത്താം. അയ്യോ, അത് വേണോ? എടാ ഉസ്മാനെ, നീ ഭയങ്കര ധൈര്യശാലിയല്ലേ? എന്നിട്ടെന്താ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അതുകൊണ്ടല്ല കുഞ്ഞാവേ, ചെറിയൊരു പേടി. എനിക്കും പേടിയാവുന്നുണ്ട്. എനിക്കും. ഓ, പേടിയുള്ളവരൊന്നും എന്റെ കൂടെ ഈ പണിക്ക് വരണ്ട. നിങ്ങൾ ആരും കൂടെ വന്നിട്ടില്ലെങ്കിൽ സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പുളിമരത്തിൽ നിന്ന് പുളി പറിക്കും. ഒറ്റയ്ക്കോ? അതെ, ഒറ്റയ്ക്ക് തന്നെ. എനിക്കാരും പേടിയില്ല. ഇത് പേടിക്കണ്ട കുഞ്ഞാവേ, ഇത് കൂടെ നമ്മളുണ്ട്. നമുക്ക് ഭയങ്കര ധൈര്യ. അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും പോയിട്ട് പുളി പറിക്കാം. എടാ ഉസു, ഒന്നും കൂടെ ആലോചിച്ചാ പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങൾ പോയി പുളി പറിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ. പിങ്കി മോളെ, നമ്മൾ എന്തോന്നാ ചെയ്യുന്നത്? നമ്മൾ ഇവരെ കൂടെ പോകുന്നോ? കുഞ്ഞാറ്റെ, ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. ആ, ഇങ്ങനെ ഒരു പേടി തൊണ്ടികൾ. ഒരു വഴിക്ക് പോകുമ്പോൾ നിങ്ങളെ കൂട്ടിയെ ഞങ്ങളെ വേണം പറയാൻ. നിങ്ങൾ വരണ്ട, നിങ്ങൾ തിരിച്ചു പോട്. ഞങ്ങൾ ആ മരത്തിക്കാർ നിറയെ പുളി പറിക്കും. എന്നിട്ട് അതിൽ നല്ലോണം ഉപ്പും മുളകും ചേർത്ത് കടിച്ച് മുറിച്ച് തിന്നും. അതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം പൊട്ടുന്നു. ആ, അത് തന്നെയാ പറഞ്ഞത്, നമുക്കുള്ളിലേക്ക് പോയി പുളി പറിക്കാമെന്ന്. നീ വാ കുഞ്ഞാവേ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെന്ന് മതിൽ ചാടാം. അയ്യോ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകാതെ ഞങ്ങളും കൂടെ വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ. അയ്യോ, ഇതാണ് നമ്മൾ ചാടേണ്ട മതില്. ഇതല്ലാതെ വേറെ വഴിയില്ലേ കുഞ്ഞാവേ? ഇതല്ലാതെയുള്ള വഴിയാണ് നമ്മൾ നേരത്തെ കണ്ടത്, ആ ഗേറ്റിന്റെ മുൻവശം. അതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇനി ഈ മതിൽ ചാടിയാൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്നാലും കുഞ്ഞാവേ, ഈ മതിൽ എങ്ങനെയാ ചാടുക? ഈ മതിൽ എങ്ങനെയാ ചാടുകയെന്നോ? ഇതുമ്മ കരിക്കപ്പുറത്തേക്ക് തുള്ളുക, അത്ര തന്നെ. എടാ ഉസു, നീ അതിന് കാണുന്നില്ലേ? ഈ മതിൽ മുഴുവൻ കമ്പി കൊണ്ട് കെട്ടിയിട്ടാണുള്ളത്. അതിനെന്താ, അതുകൊണ്ട് നമുക്ക് എളുപ്പമായില്ലേ? ആ കമ്പിയിൽ ചവിട്ടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് തുള്ളാം. ഇവിടെ നിന്ന് പേടിച്ച് നിൽക്കാതെ എന്റെ കൂടെ വാ. അല്ലോ, അതെന്താ നിങ്ങൾ ആരും നമ്മളെ കൂടെ വരാത്തത്? എന്തേ, മതിൽ ചാടണ്ടേ? മതിൽ ചാടണം, പക്ഷേ ഒരു പക്ഷിയുമില്ല. പുളി വേണമെങ്കിൽ ഈ മതിൽ ചാടുക തന്നെ വേണം. എന്താ കുഞ്ഞാവേ, നിന്റെ ധൈര്യം പോയോ? പോയിട്ടൊന്നുമില്ല, ചെറിയൊരു പേടി, അത്രേ ഉള്ളൂ. വാ, നമുക്ക് ഒരുമിച്ച് തുള്ളാം. എല്ലാവരും മെല്ലെ ശ്രദ്ധിച്ച് പിടിച്ച് കയറി, താഴെ വീഴാതെ സൂക്ഷിക്കണം. ഹായ്, ഇതാ നോക്കടാ ഉസ്മാനെ, അപ്പുറത്തെ സൈഡിൽ ഇതെത്ര പുളിയാ ഉള്ളത്. അതെ, നിറയെ പുളി നിലത്ത് വീണിട്ടുണ്ടല്ലോ. നമുക്കൊക്കെ പെറുക്കി എന്റെ ഈ ബാഗിലാക്കണം. ഓ, കണ്ടിട്ട് വായിന്ന് വെള്ളം പൊട്ടുന്നു. അതെ, എന്റെ വായിലും കൂടെ കപ്പലോടാനുള്ള വെള്ളം. നോക്കി നിൽക്കാതെ വേഗം അപ്പുറത്തേക്ക് ചാടി. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ്, ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. അതെ, എത്ര തരം പൂക്കളാ ഇവിടെയെല്ലാം ഉള്ളത്. ഇതല്ലേ എന്തിവളെ, ഇതിലും നല്ല പൂക്കൾ എന്റെ വീട്ടിലുണ്ട്. ഈ പുളുവാടി ഉസ്മാന്റെ പുളുവാടി ഇതുവരെ നിന്നില്ലേ? എന്തൊരു പുളുവാടിയാടാ നിനക്ക്? നിന്റെ വീട്ടിൽ എവിടെയാ ഇത്ര നല്ല പൂന്തോട്ടമുള്ളത്? ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ എന്റെ വീടിന്റെ ബാക്ക് സൈഡിലുണ്ട്. അതെവിടെയാ? അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. നിന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ നിറയെ പശുവും ചാണകവും പുല്ലും ഒക്കെ അല്ലേ? അതെ, അവിടെ എവിടെയാ പൂന്തോട്ടമുള്ളത്? എന്തോ നാടി നിന്ന് കിളിക്കണത്? എന്ത് കേട്ടാലും വിളിക്കാൻ അവളുണ്ടാകും എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഉസ്മാനെ, സത്യമാ ചോദിച്ചത്, നിന്റെ വീട്ടിൽ എവിടെ ഇങ്ങനെ ഒരു പൂന്തോട്ടമുള്ളത്? ഇപ്പൊ എന്റെ വീട്ടിൽ പൂന്തോട്ടം ഇല്ല, പക്ഷേ പിന്നെ എപ്പെങ്കിലും ഇങ്ങനെ പൂന്തോട്ടം ഉണ്ടാകുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് വായും പൊളിച്ച് നിൽക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ. നമ്മൾ പൂന്തോട്ടം നോക്കാൻ വന്നതല്ലല്ലോ, പുളി പറിക്കാൻ വന്നതല്ലേ. നിനക്കെന്തിനാണ് ഉസ്മാൻ ഇങ്ങനെ ചൂടാവുന്നത്? നമുക്ക് ചൂടൊന്നാകുന്നില്ല, വേണമെങ്കിലും വാ, വന്ന് പുളി പറിക്കാലോ. എങ്കിൽ അങ്ങോട്ടേക്ക് നടക്ക്. അതെ, ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ മുത്തശ്ശി താളെങ്ങാൻ പുറത്തേക്ക് വന്നാലോ. അതുകൊണ്ട് ആരും ശബ്ദമുണ്ടാക്കാതെ നടക്ക്. ഹായ്, നോക്കടാ ഉസ്മാനെ, ഈ മരത്തിൽ എന്തോരം പുളികളാ ഉള്ളത്. കണ്ടിട്ട് വായിന്ന് വെള്ളം പൊട്ടുന്നു. അപ്പുറത്തെ സൈഡിൽ വേറെയും പുളിമരമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറിക്കാം.
പറിക്കേണ്ട ആവശ്യമില്ല. ദേ നിലത്ത് ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട്. ഇത് എടുത്താലോ? അയ്യേ വേണ്ട ഉസ്മാനെ. മരത്തിന്മേൽ നല്ല ഫ്രഷ് പുളിയുള്ളപ്പോൾ പിന്നെ എന്തിനാ നിലത്ത് വീണത് എടുക്കുന്നത്? അതെ അതെ, നമുക്ക് മരത്തിൽ നിന്ന് പറിച്ചു കഴിക്കാം. ആ എങ്കിൽ ശരി, മരത്തേലും നമ്മൾ കയറാം. നമ്മൾ കാരി പുളി പറിച്ചിട്ട് തരാം. നിങ്ങൾ താഴെ പിടിച്ചോ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ മുത്തശ്ശി തള്ള ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്. ഓ സമാധാനമായി, നമുക്ക് സ്വസ്ഥമായിട്ട് പറിക്കാമല്ലോ. എടാ ഉസ്മാനെ, നോക്കി നിൽക്കാതെ നീ മരത്തേലേക്ക് കയറ്. ശരി. എടാ ഉസ്മാനെ, സൂക്ഷിച്ച് കയറണേ. നിനക്ക് മരത്തിൽ കയറാൻ പേടിയുണ്ടോ? ഞമ്മക്ക് മരത്തിൽ കയറാൻ പേടിയോ? ഇജെന്താ അവിടെ പറയണത്? എടാ ഞാനും കൂടെ മരത്തേലേക്ക് കയറട്ടെ? വേണ്ട വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി, ഞാൻ പറിച്ചോളാം. ഉസ്മാനെ, ദാ ആ പഴുത്ത പുളി നോക്കി പറിക്ക്. ദാ അത് തന്നെ. ഇതാണോ കുഞ്ഞാവേ? ഈ പുളിയാണോ? അതല്ലടാ, ദാ അപ്പുറത്തെ സൈഡിലുള്ളത്. ഹാ ഇതാണോ? അതെ അതെ, അത് തന്നെ. അതിങ്ങോട്ട് പറിച്ചിട്. നീ പറിച്ചിട്, ഞാൻ താഴെ പിടിച്ചോളാം. ഇതാ എങ്കിൽ പിടിച്ചോ. ഇനി ഏത് പുളിയാ വേണ്ടത്? ഇത് വേണോ, ഈ പച്ചപ്പുളി? ഹാ പറിച്ചോ പറിച്ചോ, നമുക്ക് ഉപ്പും കൂട്ടി കഴിക്കാം. എങ്കിൽ ദാ പിടിച്ചോ. എടാ ഉസ്മാനെ, മതി, നമുക്ക് കഴിക്കാനുള്ള പുളിയായി. ഇനി നീ താഴോട്ടേക്ക് ഇറങ്ങിക്കോ. മതിയോ? ഇനി വേണ്ടേ? ദാ ഇതും കൂടെ പറിച്ചാലോ? അത് ഇത്ര മൂത്തിട്ടില്ലല്ലോ. മതിയടാ മതി, നമുക്ക് ഇത് മതി. ശരി, എങ്കിൽ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങുകയാണേ. എടാ കൊമ്പൊടിയും ശ്രദ്ധിച്ചിറങ്ങ്. ആ കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പുളിയൊക്കെ മതിയോ നമുക്ക് കഴിക്കാൻ? പിന്നെ ഇത് തന്നെ ധാരാളമുണ്ട്. അധികം പുളി കഴിച്ചാൽ വായിലൊക്കെ പുണ്ണു വരും. പിങ്കിമോൾ പറഞ്ഞത് ശരിയാണ്, നമുക്ക് കഴിക്കാൻ ഈ പുളി തന്നെ ധാരാളമാണ്. എടി കുഞ്ഞാവേ, ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിൽ സൂപ്പർ സ്ഥലവും. നമുക്ക് ഈ പുളി ഇവിടെ ഇരുന്ന് കഴിച്ചു പോയാലോ? നല്ല രസമുണ്ടാകും ഇവിടെ ഇരുന്ന് പുളി കഴിക്കാൻ. അതെ അതെ, നമുക്ക് ഇവിടെ ഇരുന്ന് പുളി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്താ ഉസ്മാനെ, അങ്ങനെ ചെയ്താ പോരെ? ഓക്കെ ഡൺ. നമ്മുടെ ബാഗില് ഉപ്പും മുളകുമുണ്ട്, നമുക്ക് അതും കൂട്ടി കഴിക്കാം. ശരി, എങ്കിൽ വാ, നമുക്ക് അവിടെ ഇരിക്കാം. അയ്യോ കുഞ്ഞാവേ, നമ്മൾ പെട്ടു. എന്താ എന്ത് പറ്റി ഉസ്മാനെ? ദാ നോക്ക്, ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. നീ അങ്ങോട്ടേക്ക് നടക്ക്, ആരാണെന്ന് നമുക്ക് നോക്കാം. എടാ ഉസ്മാനെ, നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുകയാണ്. വേണ്ടടാ, അത് ചിലപ്പോൾ ആ മുത്തശ്ശിയാണെങ്കിലോ? അതെ അതെ, നമ്മൾ പുളി പറിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും. കുഞ്ഞാവേ, ശരിക്കും ഏതാണ് ഈ മുത്തശ്ശി തള്ള? ഇത്രയും വലിയ ബംഗ്ലാവിൽ അവർ ഒറ്റക്കാണ് താമസിക്കുന്നത്. ഇവിടെ വേറെ ആരുമില്ലേ? എല്ലാവരും എന്തിനാ ഈ മുത്തശ്ശി ഇങ്ങനെ പേടിക്കുന്നത്? അത് പിന്നെ പിങ്കിമോളെ, അവരുടേതാണ് ഈ ബംഗ്ലാവ്. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്. മക്കളൊക്കെ അങ്ങ് വിദേശത്താണ്. ആ മുത്തശ്ശി ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. ശരിക്കും ആ മുത്തശ്ശിയുടെ പേര് മാമി തള്ള എന്നാണ്. മാമി തള്ളാന്ന് കേട്ടാലേ എല്ലാവർക്കും പേടിയാണ്. അതെന്തിനാ അവരെല്ലാരും ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഈ പറമ്പിലോട്ടെങ്ങനെ ആരെങ്കിലും കയറിയാൽ അവർ അവരെ ഓടിച്ചു വിടും. ഇവിടെ നിന്ന് നിലത്ത് വീണ ഒരില പോലും എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അല്ലോ, അങ്ങനെയുള്ള പുളിയാണോ നമ്മൾ പറിച്ചത്? എടാ ഉസ്മാൻ, ആ പുളികളൊക്കെ എവിടെ? അതൊക്കെ ഞാൻ എന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. നീ അത് അവിടെ തന്നെ വെച്ചോ, ഇപ്പൊ ഇങ്ങ് പുറത്തേക്ക് എടുക്കണ്ട. ഇനിയെങ്ങാനും ആ മുത്തശ്ശി എങ്ങനെ നമ്മളെ പിടിച്ചാലോ? അല്ലോ, പേടിപ്പിക്കാതെ പിങ്കി മോളെ. ഇവരുടെ ബംഗ്ലാവിലെ ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോകാറുണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത്. സത്യമാണോ നീ പറയുന്നത്? സത്യമാ, ഞാനും കേട്ടിട്ടുണ്ട്. ഷോ, നമ്മൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ വരണ്ട വരണ്ട എന്ന്. പിങ്കി മോളെ, എന്തായാലും നമ്മൾ പെട്ടു. ഇനി എത്ര വേഗം നമുക്ക് മതിൽ ചാടി കടക്കാം. അതിനപ്പുറത്ത് നമ്മൾ ആരുടെ ശബ്ദം കേട്ടില്ലേ? അതെ അതെ, അതാരാണെന്ന് നമുക്കിങ്ങനെ മനസ്സിലാകും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. എങ്കിൽ വാ. അയ്യോ, ആരാ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടല്ലോ? ആരാ എന്റെ അനുവാദമില്ലാതെ തൊടിയിലേക്ക് കയറിയത്? ആരാണെങ്കിലും പറഞ്ഞോ? അല്ലോ, ദേ മാമിത്തള്ള. എടീ കുഞ്ഞാവേ, മാമിത്തള്ള ഇവിടെ എത്തിയാ തോന്നുന്നത്. എടാ ഉസ്മാനെ, നീ എന്താ പുറകിലേക്ക് പോയി നിന്നത്? അയ്യോ, മുത്തശ്ശിയുടെ കയ്യിൽ വടിയുണ്ടാകുമോ? നമ്മളെ പിടിച്ച് ഗുഹയിൽ അടക്കുമോ? അടക്കും, നമ്മളെ പിടിച്ച് ആ ഇരുണ്ട ഗുഹയിൽ കൊണ്ടുപോയിട്ട് അടക്കും. സത്യമാണോ
പറഞ്ഞോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളും. എടാ ഉസ്മാനെ, നീ പുറകിൽ നിന്ന് മുന്നിലേക്ക് വന്ന് നിക്ക്. കുഞ്ഞാവേ, പണി നമ്മളോട് വേണ്ട, ഞമ്മക്ക് പേടിയാ. എടാ ഉസ്മാനെ, നീയല്ലേ ആൺകുട്ടി, നീ മുന്നിൽ വന്ന് നിക്ക്. ആ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എന്നിട്ട് വേണം മാവിത്താളെ നമ്മളെ പിടിച്ച് ഗുഹയിൽ കൊണ്ടുപോയിടാൻ. നമ്മളൊന്നും വരില്ല. എടാ, ഇവിടെ ഇപ്പൊ ആൺകുട്ടിയായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ പറയുന്നത്. ഒന്ന് പോടിപ്പിക്കും മോളെ, നമുക്ക് പേടിയാ. നമ്മുടെ ഉമ്മക്കെ നമ്മൾ ഒറ്റ മോനാ. ഗുഹയിൽ കൊണ്ടുപോയിട്ടാലേ പിന്നെ ഉമ്മക്ക് ആരുണ്ടാവുക? ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാണോ അനുവാദമില്ലാതെ എന്റെ തൊടിയിൽ കയറിയത്? അയ്യോ മാമിത്തള്ള. ഹേ പിള്ളേരെ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ തൊടിയിൽ കയറിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ ചോദിച്ചതിന് ഉത്തരമില്ലേ? നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കില്ലേ? അത് പിന്നെ മുത്തശ്ശി, ഞങ്ങൾ ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ വന്നതാണ്. മുത്തശ്ശിയോ? ആരുടെ മുത്തശ്ശി? ആരാടി നിന്റെ മുത്തശ്ശി? എന്റെ അനുവാദമില്ലാതെ എന്റെ പറമ്പത്ത് കയറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അയ്യോ, ഞങ്ങളോട് ചൂടാവില്ലേ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് കയറാൻ പറഞ്ഞത്? കുറെ നേരം ക്ഷമിച്ചു നിൽക്കുന്നു. നിങ്ങളോടല്ലേ പറഞ്ഞ നമുക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്? തെറ്റ് പറ്റിയെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിച്ചു. പിന്നെ അതെന്നെ പറഞ്ഞോണ്ട് നിൽക്കണ്ട. വാടി, നമുക്ക് പോകാം. എടാ ഉസു, നിനക്ക് ഇത്രക്ക് ധൈര്യമോ? നീ ഒരു സംഭവമാണ് കേട്ടോ. സംഭവമല്ല, പ്രസ്ഥാനമാണ്, പ്രസ്ഥാനം. ഇതൊക്കെ എന്ത്? ദേ കൊച്ചെ, വായി മൂടിക്കോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഓ ഓ, അറിയാം അറിയാം. നിങ്ങളെ ഒരു ഡ്രാക്കുള മുത്തശ്ശിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ വീട്ടിൽ കാര് വന്നാലും ഓടിച്ചു വിടുന്നും അറിയാം. നിങ്ങളുടെ തൊടിയിലുള്ള ഒരു പഴം പോലും ഒരാൾക്ക് പോലും കൊടുക്കില്ലെന്നും അറിയാം. മനുഷ്യന്മാരായാലേ ഇത്ര അഹങ്കാരം പാടത്തില്ല. ആഹാ, ഇത് എന്റെ വീട്, എന്റെ തൊടി. ഇങ്ങോട്ട് കാറ് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ പറമ്പത്ത് കാരി ആരൊക്കെ പഴങ്ങൾ പറിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഓഹോ, എങ്കിലേ നിങ്ങളുടെ പറമ്പത്തെ കാര്യം ഞങ്ങൾ കുറെ പുളി പറിച്ചു. മനുഷ്യന്മാർക്ക് കൈകൊണ്ട് കൊടുത്ത് പഠിക്കണം, അല്ലാണ്ട് ഇതൊക്കെ കെട്ടിപ്പൂട്ടി എവിടേക്ക് വെക്കുന്നതാ? നിങ്ങളുടെ ശരീരം മൊത്തം വളഞ്ഞല്ലോ, മനസ്സെങ്കിലും നന്നാക്കിക്കൂടെ? ഓ, ഉസ്മാൻ പൊളിക്കുന്നുണ്ട്. ആഹാ, കൊച്ചു വായിൽ ഇത്ര വലിയ വലിയ വർത്താനമോ? കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ജിമ്മി, എടാ ജിമ്മി. ജിമ്മിയോ? അതാരാണ്? ജിമ്മി, 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 കം ഹിയർ. എടി കുഞ്ഞാവേ, നീയല്ലേ പറഞ്ഞത് ഇവിടെ ആരുമില്ലെന്ന്? പിന്നെ ഏതാണ് ഈ ജിമ്മി? എനിക്കെങ്ങനെ അറിയാം? ഞാനിവിടെ എവിടെയാണ് താമസിക്കുന്നത്. എടി, നീയല്ലേ പറഞ്ഞത് ഇവിടെ ആരുമില്ലെന്ന്? ആ, അങ്ങനെയാണ് എന്റെ കൂട്ടുകാരി പറഞ്ഞു കേട്ടത്. പിന്നെ ഏതാണാവോ ഈ ജിമ്മി? എന്താ കുട്ടികളെ, പേടിയാവുന്നുണ്ടോ? നിങ്ങൾ എന്റെ ജിമ്മിയെ കണ്ടിട്ടില്ലല്ലോ. അവന്റെ തനി സ്വരൂപം കണ്ടാലേ നിങ്ങളെ പേടിച്ചോടും. എനിക്ക് തോന്നുന്നത് ഈ മാമിത്താളിയുടെ മകനായിരിക്കും ജിമ്മി. അതെ അതെ, എങ്കിൽ അവൻ വിദേശത്ത് നിന്ന് വന്നതായിരിക്കും. നമ്മൾ പെട്ടെന്നാ തോന്നുന്നത്. കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ജിമ്മി, കം ഹിയർ. ജിമ്മി, ദേ നോക്ക്, നിനക്ക് കുറെ ഇരകൾ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നു. എടി പിങ്കി മോളെ, പട്ടി കടിക്കോ? അതെങ്ങനെയാണ് എനിക്കറിയാം? കടിക്കുമ്പോഴല്ലേ മനസ്സിലാകും അത് കടിക്കോ ഇല്ലയോ എന്ന്. എന്താ പിള്ളേരെ, പേടിച്ചു പോയോ? പേടിയൊന്നുമില്ല. എന്റെ ജിമ്മി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. കൂൾ ഡൗൺ ജിമ്മി, കൂൾ ഡൗൺ. ഇപ്പൊ കിട്ടും നിനക്ക് ഇരകളെ. അയ്യോടാ ഉസ്മാനെ, നമുക്ക് ഓടിയാലോ? ഒന്നും ഉണ്ടാതിരിക്കുമ്പോളെ നമ്മൾ ഓടിയാലോ, നമ്മളെ പുറകെ ഓടില്ലേ? അപ്പൊ എങ്ങനെ പിള്ളേരെ, എന്റെ സമ്മതമില്ലാതെ എന്റെ തൊടിയിൽ കയറിയതല്ലേ? അതിനുള്ള ശിക്ഷ ഇതാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ജിമ്മി, കാച്ച് ഹെയർ. അല്ലോ, കുഞ്ഞാവേ പിങ്കിമോളെ ഓടിക്കോ. ഏടാ ഉസ്മാനെ, അങ്ങോട്ടേക്കാണ് ഓടേണ്ടത്. എങ്ങോട്ടെങ്കിലും ഓടി, നമുക്ക് ഇതിലൂടെ ചാടി രക്ഷപ്പെടാം. എന്നോടാണ് അവരുടെ കളി. നമ്മൾ ഒരു വിധത്തിലാ ഓടി രക്ഷപ്പെട്ടതല്ലേ? അതെ അതെ, നമ്മളിപ്പ നായി പണിയാക്കിയേനെ. എന്ത് ദുഷ്ടത്തിയാ ആ മാമിത്തള്ള. ഓടിയിട്ട് ദാഹിച്ചിട്ട് വയ്യ. അയ്യോ, പട്ടിയുടെ ശബ്ദമല്ലേ വീണ്ടും കേൾക്കുന്നത്? അതേന്നാ തോന്നുന്നത്, അത് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക? എടാ, നമുക്ക് ഓടിയാലോ? ഇനി ഓടാൻ എന്നെ കൊണ്ട് വയ്യ, ഞാൻ തളർന്നു. അവള് പറഞ്ഞത് ശരിയാ, എനിക്കിത്തിരി വെള്ളം വേണമായിരുന്നു. വെള്ളമൊന്നും നമുക്കിപ്പോ എവിടെ നിന്നും കിട്ടില്ല. അയ്യോ, നമ്മളെയൊക്കെ നായി പിടിച്ചത് തന്നെ. വീട്ടിൽ പറയാണ്ട് വരണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്ക്. അയ്യോ, എന്ത് വഴിയാണുള്ളത്?
ആ മുളകെടുത്ത് നമുക്ക് ആ നായയുടെ കണ്ണിലേക്ക് പാറ്റിയാലോ? അങ്ങനെ ചെയ്താൽ അതിന്റെ കണ്ണെരിഞ്ഞിട്ട് അത് തിരിഞ്ഞോടും. ആ എടാ ഉസ്മാൻ, അത് സൂപ്പർ ഐഡിയ ആക്കി. എങ്കിൽ വേഗം എടുക്ക്. അതെ അതെ, ദാ നായയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലോ, ദേ നോക്കാ, പട്ടി വരുന്നുണ്ട്. എടാ ഉസ്മാനെ, ആ മുളകെടുത്ത് പട്ടിയുടെ കണ്ണിലേക്ക് വിതറിക്കോ. എടാ പട്ടി, ദാ പിടിച്ചോ. എടാ പട്ടി അവിടെ വീണു. വേഗം ഓടി രക്ഷപ്പെട്ടോ. ഹോ, ഭാഗ്യം, രക്ഷപ്പെട്ടു. എന്തോ ഭാഗ്യത്തിനാ ഈ മുളകും ഉപ്പും എടുത്ത് ബാഗിലിടാൻ തോന്നിയത്. എന്താണെങ്കിലും അത് നമ്മളെ രക്ഷപ്പെടുത്തി. എടി കുഞ്ഞാവേ, നമുക്ക് ആ മുത്തശ്ശി തള്ളക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായും കൊടുക്കണം. അതെ, നമ്മളെ പേടിപ്പിച്ചതുപോലെ തന്നെ ആ മാമി തള്ളയെ പേടിപ്പിക്കണം. അതിനൊരു മുട്ടൻ പണി കൊടുക്കണം. ഇത്ര അഹങ്കാരം പാടില്ല ആർക്കും. ഇനി നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഇന്നിനിപ്പോ ഒന്നിന് സമയമില്ലല്ലോ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ? ശരിയാണ്, വീട്ടിൽ നിന്ന് അമ്മ നോക്കി നിൽക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ നാളെ നമ്മൾ ആ മാമി തള്ളക്കിട്ടൊരു പണി കൊടുക്കാം. അതെവിടുന്ന ഒരു പാട്ട് കേൾക്കുന്നത്? ഓഹോ, ഇവളാണോ പാടുന്നത്? തമ്പുരാട്ടിയുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലാവോ? ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തേച്ച് മിനുക്കി, അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു. തുപ്പടി തുപ്പടി സൈത്താനെ, തുപ്പടി തുപ്പടി തു. എന്തേ, അന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ലോ, അത് പിന്നെ ഉമ്മ, എന്തോന്നാ എന്റെ കയ്യില്? എന്തോന്നാടി നീ ചുണ്ടുമ്മ ബാരി തേക്കുന്നത്? അത് പിന്നെ ഉമ്മച്ചി, ഇത് മേക്കാണ്, മേക്ക്. എന്തോന്ന്, മാക്രിയോ? മാക്രിയല്ല ഉമ്മച്ചി, മേക്ക് മേക്ക്, മേക്കിന്റെ ലിപ്സ്റ്റിക്ക്. ചുണ്ടുമ്മ തേക്കുന്ന സാധനമാണത്. ഹോ, ചുണ്ടുമ്മ ചായം തേക്കേണ്ട ഒരു പ്രായം. കെട്ടിക്കാൻ പ്രായം ഒരു പുള്ളേന്റെ ഉമ്മയല്ലടി നീ. അല്ലോ, ആരമ്മച്ചി കെട്ടിക്കാൻ പ്രായത്? ഉസ്മാനോ? താർക്കുതരം പറഞ്ഞോണ്ട് നിന്നോ നീ? പശുവിന് പുല്ല് വച്ചോടി? ഇല്ലമ്മച്ചിയെ. പാല് കറന്നോ? ഇല്ലമ്മച്ചിയെ. അതിനിത്തിരി കാടി വെള്ളെങ്കിലും നീ കലക്കി കൊടുത്തോ? അതും ഇല്ലമ്മച്ചി. അന്നെയൊക്കെ ചുണ്ടത്ത് ചായം തേച്ച് നടക്കാനല്ലാണ്ട് വേറെന്തിനു കൊള്ളാ? ഇവിടെ എന്നിട്ട് കണ്ണാടിയിൽ നോക്കി ചന്തം നോക്കാണ്ട് അപ്പുറത്ത് പോയി പണിയെടുക്കടി. ശരി ഉമ്മച്ചി. ഓ, എല്ലാരും നമ്മളെ കണ്ണെന്നെത്തണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? വയസ്സായവർക്ക് എന്ത് സൗന്ദര്യബോധമാ ഉള്ളത്? എന്റെ ഗ്ലാമർ കണ്ടിട്ട് അസൂയ അസൂയ. നമുക്കെങ്ങും പയ്യ പശുവിന് പുല്ല് പറിക്കാനും പാല് കറക്കാനോ ഒന്നും. മുറ്റത്ത് കീഞ്ഞു കീഞ്ഞ ഞാൻ മനസ്സിന്റെ മോന്ത കരിഞ്ഞു പോയത്. ഓ, ഇനിയിപ്പോ ഏത് ബ്യൂട്ടി പാർലർ പോയിട്ടാണാവോ മുഖമൊന്ന് വെളുപ്പിക്കുക? ആ പഹയനേടെ പോയി കിടക്കുകയാണാവോ? ഉസ്മാനെ, എടാ ഉസ്മാനെ, ഏടെങ്കിലും തെണ്ടി തിരിയാൻ പോയിട്ടുണ്ടാകും. വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവൂല സൈത്താനി. എടി സൈന, ആടിനെ വിളിച്ചു കൂക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ, പശുവിനെ വലിച്ചു കെട്ടണോ? ഓ, ഇമ്മച്ചി ഇങ്ങോട്ട് തോറ്റു. ദാ വരണമച്ചി. കതീസൂട്ടിയേ, ഞമ്മള് വരണുണ്ടിട്ടാ എന്നെ കറക്കാന്. നമ്മളെ കതീസൂട്ടിയെ നന്നായിട്ട് ഇങ്ങോട്ട് പാല് ചേർത്തിയേ. അനക്കെന്താ കതീസൂട്ടി ഒരു ക്ഷീണം പിടിച്ച പോലെ? ഞമ്മള് പുല്ലെല്ലാം തന്നതാണല്ലോ. ആ സൈന എനക്ക് കാടി വെള്ളം കലക്കി തന്നില്ലല്ലേ? ഓക്ക് ഞമ്മള് വെച്ചിട്ടുണ്ട്. എന്റെ പാലും നെയ്യും മോരും ഒക്കെ ഓക്ക് വേണം. എന്നിട്ടോ ഒരിത്തിരി കാടി വെള്ളം എനക്ക് തരൂലോള്. എടാ സൈതാനെ, എത്ര നേരം ഇടുന്നു പോയിട്ട്? അനക്കെന്താണ് അപ്പുറം മല പറിക്കുന്ന പണി? ഒരു വസ്തു കൊന്നയുടെ കാണൂലാലോ. ഓ, വല്ലാത്ത ജാതി. എന്തിനാ വലിയ എപ്പ നമ്മളിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണോ കുറ്റം? നേരം പുലരും വീർന്ന് പോയിക്കില്ല നീ? നേരത്തേക്കാടാ പോയത് നീ? നമ്മൾ കളിക്കാൻ പോയതാണ്. ആടെ നിക്കടാ. എന്തോന്നാ വല്യമ്മ, നിനക്ക് എന്തോന്നാ വേണ്ടത്? എടാ, നീ പാലെടുത്ത് അങ്ങ് അടുക്കളയൊക്കെ കൊണ്ടാച്ചേ. എന്റെ ഉമ്മ നിങ്ങടൊന്നും കാണുന്നില്ല. ഓ, അതിനാണോ? ഇങ്ങടാ പാല്. മറിക്കാണ്ട് കൊണ്ടേക്കണം, നന്നായി മൂടണം. നമ്മൾ പശുവിനൊക്കെ ഒന്ന് വെളിച്ചിട്ടെ. ഇനി പാൽ അവിടെ വെച്ചിട്ട് തുറന്നിടരുത് കേട്ടോ. നമ്മക്ക് മനസ്സിലാക്കി വല്യമ്മ, നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് നിക്കണ്ട. അല്ല, 100 കൂടി പറഞ്ഞാൽ എനക്കൊക്കെ ചെവി കേക്കൂ. അതാ ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കുന്നത്. ഇജ്ജ് വന്നോ? ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു പൊന്നു മോനെ? ഞമ്മളെ കളിക്കാൻ പോയതാ. നിങ്ങൾ പാലം കൊണ്ട് അടുക്കളയൊക്കെ വെക്കോ? ഇജ്ജം കൊണ്ടേ വെക്കടാ, നമുക്ക് കുറച്ച് പണിയുണ്ട് പുറത്ത്. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണോ? ഒരു പാല് കൊണ്ടേ വെക്കലാണ് ഇപ്പൊ മല പറിക്കണ പണി. അന്നോടാ മര്യാദക്ക് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. അതാണ് നമ്മളെ മണിക്കൂടി കരയുന്നത്. അത് ശരി, ഇജ്ജ് ഇവിടെ ഉണ്ടായിരുന്നോ കള്ളത്തി പെണ്ണെ? ഇങ്ങ് വാ, അനക്ക് പാല് വേണോ?
ഫ്രഷ് പാലാണ്. മതിയോ എനക്ക് പാല്? ഇജ്ജിത് മുഴുവൻ കുടിച്ച മണിക്കുട്ടിയെ. അല്ലോ എന്റെ പഠിച്ചോനെ, നമ്മൾ എന്തായി കാണുന്നത്? എടാ സൈത്താനെ, ഇജ്ജ പാല് മുഴുവൻ പൂച്ച കൊടുത്തോ? അനക്ക് നമ്മൾ വച്ചിട്ടുണ്ട്. അന്നോട് ആരാടാ പൂച്ചക്ക് പാല് കൊടുക്കാൻ പറഞ്ഞത്? അന്നോട് നമ്മൾ ഈ പാൽ അടുക്കളക്ക് കൊണ്ടുപോയി മൂടി വെക്കാനല്ലേ പറഞ്ഞത്, അല്ലാണ്ട് പൂച്ചന്റെ തൊള്ളയിലെ കൊയ്ക്കാനല്ലോ. ആ നാശം പിടിച്ച പൂച്ചനെ ഇങ്ങോട്ടെ കടുപ്പിക്കാന്ന് പറഞ്ഞിട്ടില്ലടാ നിന്നോട്? കണ്ണ് തെറ്റിയാൽ കട്ട് കുടിക്കുന്ന കളത്തി പൂച്ചയാണത്. ഇന്ന് നമ്മൾ നിന്നെ ശരിയാക്കും. വല്യമ്മ, അത് പിന്നെ നമ്മൾ പൂച്ചക്ക് വിശന്നപ്പോ ഇത്തിരി പാല് കൊടുത്തതാ. ഇത്തിരി പാല് കൊടുത്തെന്നോ? എടാ, അത് അപ്പത്തിപ്പത്ത് കൊടുക്കാനുള്ള പാലല്ലേ. ഇനി നമ്മൾ അപ്പുറത്തെ സുമക്കും രമക്കൊക്കെ എന്തോന്ന് കൊടുക്കും? ഇതിൽ കുറച്ച് പാലുണ്ടല്ലോ, ഇത് കൊടുത്താൽ പോരെ അവർക്കൊക്കെ? പൂച്ച വീട് കുത്തിയ പാലാണടാ നമുക്ക് അവർക്കൊക്കെ കൊടുക്കുന്നത്. അന്റെ ബുദ്ധി എന്താ തലതിരിഞ്ഞു പോയോ? ഇന്ന് ഇന്നെ നമ്മൾ ശരിയാക്കും. തുടങ്ങി അവന്റെ കള്ളക്കണ്ണീർ ഒൽപ്പിക്കാൻ. സാരയില്ല മെച്ചിയെ, അവനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇജ്ജ് മിണ്ടറ്. അന്ന് എത്ര നേരായിടി ആ പാല് കറക്കാൻ നമ്മൾ വിളിക്കുന്നേ. നിനക്കൊന്ന് അങ്ങോട്ടേക്ക് വരാൻ തോന്നിയോ? ആ നാശം പിടിച്ച പൂച്ചേനെ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കണ്ടാലേ എറിഞ്ഞു കൊല്ലും നമ്മള്. വേണ്ട വല്യമ്മ, മണിക്കുട്ടി ഒന്നും ചെയ്യരുത്. അത് പാപമാണ്. ഓനും മോന്റെ ഒരു മണിക്കുട്ടിയോ. ഹോ, ഇവിടെ ഉണ്ടായിരുന്ന ആ പൂച്ച. എടാ സീതാനെ, ഇജ്ജടുത്തേക്കാണ് കാരി പോന്നത്. അന്നോടെ ഇങ്ങ് താഴോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. അന്നെ ഇന്ന് നമ്മൾ ശരിപ്പെടുത്തും. ഇങ്ങോട്ടേക്ക് ഇറങ്ങടാ. നോക്കിക്കോ, അന്ന ഒരിക്കലും നമ്മളെ കൈ കിട്ടും. അന്ന് നിന്റെ കൈയും കാലും നമ്മൾ തല്ലി ഓടിക്കും. എന്റെ മുന്നിൽ വരാണ്ട് ഓടി രക്ഷപ്പെട്ടോ നീ. അയ്യോ പാവം, അത് പേടിച്ചോടി. അത് ഓടിയതല്ല, നമ്മൾ അതിനെ ഓടിച്ചതാ. ഇനിയിപ്പൊ സുമേനോട് രമേനോടൊക്കെ നമ്മൾ എന്ത് പറയും? രണ്ടാളുണ്ടാവും നമ്മളെ പാലും കാത്ത് നിൽക്കുന്നേ. എടാ ഉസ്മാനെ, ഉമ്മച്ചിയുടെ മുന്നിലെ ചന്നൊന്നും പറയണ്ടെന്നും കൊണ്ടാ നമ്മൾ മിണ്ടാണ്ട് നിന്നത്. നീ എന്ത് പണിയാടാ കാണിച്ചത്? കൊടുക്കാനുള്ള പാലെടുത്തിട്ടാണോ പൂച്ച കൊടുക്കുക? വല്യമ്മന്റെ വായിലുള്ള മുഴുവൻ കേട്ടു. ഇനി ഉമ്മച്ചി തുടങ്ങിയാണോ? അന്റെ കുരുത്തക്കടിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇജ്ജേടിയായിരുന്നു ഇത്ര നേരം? നമ്മൾ കളിക്കാൻ പോയതാ ഉമ്മച്ചിയെ. കളിക്കാൻ പോയതാന്ന് പറഞ്ഞല്ലോ, ഏടിയാ പോയതെന്ന്. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. എങ്കിൽ വേഗം ചെന്ന് അടുക്കളന്ന് ചോറെടുത്ത് കഴിക്ക്. ശരി ഉമ്മച്ചിയെ. എന്തോരം പാലാ ചെറുക്കൻ നശിപ്പിച്ച് കളഞ്ഞത്. ഇനിയിപ്പോ ഇത് എന്തിനു കൊള്ളും? ഒരു ഐഡിയ ഉണ്ട്. ഇത് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്താലോ? മിൽക്ക് ഫേഷ്യൽ. ഇത് വാരി മുഖത്ത് തേച്ചാലേ ചിലപ്പോ നമ്മളെ മുഖം ഇതുപോലെ വെളുക്കുമായിരിക്കും. അപ്പുറത്തെ വീട്ടിലത്തെ സുമേന്റെ മുഖം അങ്ങനെയാണല്ലോ, നല്ല വെളുത്ത് തുടുത്ത്. ഇത് തേച്ചാ ചിലപ്പോ നമ്മുടെ മുഖവും അങ്ങനെയാവും. അതിലും നല്ലൊരു സാധനം ഉണ്ടടി മുഖത്ത് വരത്തേച്ചാ വെളുക്കാനേ. എന്തോ നമ്മിച്ചത്? നമ്മൾ പറഞ്ഞുതരാം എനക്കത്. ഇത്തിരി ചാണകം വാരി എന്റെ മോന്തേമത്തേക്ക്, എന്നാലേ നന്നായി മുഖം വെളുത്ത് തുടുക്കും. എന്താ, കുറച്ച് ചാണക ഫേഷ്യൽ ചെയ്ത് തരട്ടെ എനക്ക്? അല്ലോ വേണ്ട ഉമ്മച്ചിയെ. എങ്കിൽ ആടുന്ന് എണീച്ചിട്ട് അപ്പുറം പോയിട്ട് ആ പശുവിനെ ബലിച്ചേട്ടടി. ഓളാടുന്ന് ഫേഷ്യൽ ചെയ്ത് മുഖം പൊളിപ്പിക്കാൻ നിന്നിക്ക്. അന്നോടാ പോയി പണിയെടുക്കാൻ പറഞ്ഞേ. ഓള ഓരോരു പെരാന്തേ. എടാ ഉസ്മാനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും സമയം? ശരിയാ, എത്ര സമയമായി നിന്നെ ഞങ്ങൾ കാത്തു നിൽക്കുന്നു. അതൊന്നും പറയണ്ടേ ഇവളെ. ഒരേലില്ലേ ഒരു വല്യമ്മ, ഓരേം കൊണ്ട് വലിയ സ്വല്ലപ്പാടാണ്. അപ്പൊ ഇന്ന് രണ്ടാളും അടിപിടി കൂടിയിട്ടാ വന്നതല്ലേ? അതെ. അതൊക്കെ പോട്ടെ, നിങ്ങൾ കുറെ നേരമായോ ഇവിടെ? എത്ര സമയമായെന്നോ ഞങ്ങൾ നിന്നെയും കാത്ത് ഇവിടെ നിൽക്കുന്നു? എന്തിനാ, കളിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലടാ മണ്ട, നമുക്ക് ആ മാമി തള്ളക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാതെ നമുക്കൊരു മുട്ടം പണി കൊടുക്കണ്ടേ? അതെ കുഞ്ഞാവേ, നമ്മളെ പട്ടിയെ വിട്ട് ഓടിപ്പിച്ചതിന് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. ആ തള്ളക്ക് ഇനി ഒരാളോടും ഇങ്ങനെ ചെയ്യാൻ തോന്നരുത്. അല്ലിവിടെ, അതിനിപ്പോ നമ്മൾ എന്ത് പണിയാ കൊടുക്കുക? എന്തെന്നാന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. അതിനവിടെ പട്ടിയില്ലേ, നമുക്ക് എങ്ങനെ അകത്തോട്ട് കടക്കാൻ പറ്റും? ഇനി അഥവാ അകത്ത് കയറിയാൽ തന്നെ ആ പട്ടിയെ വിട്ട് നമ്മളെ വീണ്ടും ഓടിപ്പിക്കില്ലേ? ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. പട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. അതിനാ പട്ടി അവിടെ നിന്ന് ഓടിച്ചാ പോരെ? അതിന് പട്ടി എങ്ങനെ അവിടെ നിന്ന് ഓടിക്കും? പട്ടിയെ ഓടിച്ചിട്ട് നമ്മൾ അകത്ത് കയറിയാൽ തന്നെ നമ്മൾ എന്ത് പണിയാ തള്ളക്കിട്ട് കൊടുക്കുക?
എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ? അതായത് നമ്മൾ ആ മുത്തശ്ശിയുടെ പൂന്തോട്ടത്തിൽ കയറിയതിനല്ലേ അവർ ആ പട്ടിയെ വിട്ട് നമ്മളെ ഓടിപ്പിച്ചത്? അതെ, അനുവാദമില്ലാതെ അവരുടെ തൊടിയിൽ കയറിയതിനാണ് അവർ നമ്മളെ ഓടിപ്പിച്ചത്. അപ്പോൾ അവർ ആ പൂന്തോട്ടത്തെ അത്രത്തോളം സ്നേഹിക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പൂന്തോട്ടം അങ്ങ് ഇല്ലാതാക്കിയാലോ? നമുക്ക് അവരുടെ തൊടിയിൽ കയറിയിട്ട് ആ ചെടികളൊക്കെ നശിപ്പിച്ചാലോ? നമ്മളെ പട്ടി വിട്ട് ഓടിപ്പിച്ചതിന് ഇങ്ങനെ ഒരു ചെറിയ ശിക്ഷ കൊടുക്കാം നമുക്ക്. എന്താ, അങ്ങനെ ചെയ്താൽ പോരെ? ഐഡിയ സൂപ്പർ ആയിക്കേ. പക്ഷേ ആ തൊടിയിൽ കയറണമെങ്കിൽ ആ പട്ടിയെ ഇല്ലാതാക്കണ്ടേ? അതിനെന്ത് ചെയ്യും നമ്മൾ? കുറച്ച് എല്ലിൻ കഷ്ണം കിട്ടിയാൽ നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാമായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ആരും കാണാതെ ആ തൊടിയിലേക്ക് വീണ്ടും കയറുക. നമ്മൾ ആ തൊടിയിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും ആ പട്ടി നമ്മുടെ അരികിലേക്ക് വീണ്ടും വരും. അല്ലോ, ഇജ്ജ് പറഞ്ഞത് ശരിയാ. വീണ്ടും ആ പട്ടി നമ്മുടെ പുറകെ വരും. ഞമ്മക്കെങ്ങും വയ്യ ഓടാൻ. ഹോ എന്റെ ഉസു, ഞാൻ തോക്കക്കാരി വെടിവെക്കാതെ അവളൊന്ന് പറയട്ടെ. അതെ, നിന്നോട് ഇപ്പൊ ആരെങ്കിലും ഓടാൻ പറഞ്ഞോ? പിന്നെ പട്ടി പുറകെ വന്നാൽ ഓടാണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? എടാ മണ്ട, പട്ടി പുറകെ വരാതിരിക്കാനുള്ള ഐഡിയ അല്ലേ അതിന് അവള് പറയുന്നത്. അത് നീ ഒന്ന് സ്വസ്ഥമായിട്ട് കേൾക്ക്. ഓ ശരി, എങ്കിൽ വേഗം അങ്ങ് പറഞ്ഞൂട്. അതായത് കുറച്ച് എല്ലിൻ കഷ്ണം കിട്ടിയാൽ പട്ടി നമ്മുടെ പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പട്ടിക്ക് ആ എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പട്ടി എല്ലിൻ കഷ്ണങ്ങളും കൊണ്ട് അവിടെ ഇരുന്നോളും. ആ സമയത്ത് നമുക്ക് മുത്തശ്ശി തള്ളയുടെ പൂക്കളൊക്കെ നശിപ്പിച്ച് ചെടികളൊക്കെ മുറിച്ചിടാം. അത് സൂപ്പർ ഐഡിയ ആയിക്ക്. ഓ, ഇതൊക്കെ നടക്കും എന്റെ ഇവിടെ. എടാ ഉസ്മാനെ, നീ കരിനാക്ക് വെച്ചൊന്നും പറയാതെ ഇതൊക്കെ നടക്കും. നടന്നാ മതി. ഈ ഐഡിയ ഒക്കെ നടക്കണമെങ്കിലേ കുറച്ച് എല്ലിൻ കഷ്ണം നമുക്ക് കിട്ടണം. അതിപ്പോൾ നമുക്ക് എവിടെ നിന്നും കിട്ടും? നമുക്ക് ഇറച്ചി വെട്ടുന്ന ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചാലോ, കുറച്ച് എല്ലിൻ കഷ്ണം തരുമോ എന്ന്? വേണ്ട വേണ്ട, അതെങ്ങാ വീട്ടിലറിഞ്ഞാ പിന്നെ വലിയ സീനാകും. പിന്നെ എവിടെ നിന്ന് കിട്ടും ഇത്? നമ്മൾ തിന്നതിന്റെ ബാക്കി വേസ്റ്റ് മതിയോ? അതായാലും മതി. അതെന്നാ നമ്മളെ വീട്ടിലുണ്ട്. ഇന്നലെ രാത്രിക്ക് വെച്ച ബിരിയാണിൻ്റെതും ചിക്കൻ വെച്ചതിന്റെ ഒക്കെ എല്ലും കഷ്ണമുണ്ട് ഉമ്മച്ചിയെ തൊടിയിൽ കൊണ്ടുപോയി ഇടാൻ വെച്ചിട്ട്. അത് ഞാൻ എടുത്തിട്ട് സഞ്ചിയിലാക്കിയിട്ട് വരാം. ഓക്കെ, സെറ്റ്. എങ്കിൽ വേഗം വാ, നമുക്ക് അതും എടുത്താൽ മുത്തശ്ശി തള്ളയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, ഫോളോ മീ. എടി കുഞ്ഞാവേ, എനിക്ക് പേടിയാവാൻ തുടങ്ങുന്നുണ്ട്. എടി പിങ്കിമോളെ, ഞങ്ങൾക്കും പേടിയുണ്ട്. എടി കുഞ്ഞാറ്റെ, കൂട്ടത്തിൽ മൂത്തത് നീയല്ലേ, നീ നടക്കും മുന്നില്. അയ്യടാ, ഞാനങ്ങ് നടക്കൂല, എനിക്ക് പേടിയാ. എടാ ഉസ്മാനെ, എങ്കിൽ നീ നടക്കും മുന്നിൽ. നീയല്ലേ ഇപ്പൊ ഇതിൽ ആൺകുട്ടിയായിട്ടുള്ളൂ. അമ്പേ പുൽസോ, എന്റെ പൂതി മനസ്സിലിരിക്കട്ടെ ഇവളെ. എന്നിട്ട് വേണം പട്ടി നമ്മളെ കടിച്ചോടിക്കല്ലേ. ഞമ്മക്കെങ്ങും വയ്യ മുന്നിൽ നടക്കാൻ. ഷോ, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ വഴക്കിടാതെ നമുക്ക് 4 പേർക്കും ഒരുമിച്ച് നടക്കാം, അതാ നല്ലത്. എടാ ഉസു, നീ എല്ലും കഷ്ണം എടുത്തില്ലേ? എടുത്തു, അതെന്റെ ബാഗിലുണ്ട്. ശരി, എങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാം. എന്താണെന്നറിയില്ല, എന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെയുണ്ട്. നീ പേടിക്കാതെ മുന്നോട്ടേക്ക് വാ കുഞ്ഞാവേ. നമ്മൾ 4 പേരില്ലേ, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. നോക്കി നിൽക്കാതെ വേഗം ഇങ്ങോട്ട് വാ. ഷോ, ഇവിടെയൊക്കെ നോക്ക്, എന്ത് ഭംഗിയുള്ള പൂന്തോട്ടമായത്. അതെ അതെ, ഞമ്മക്ക് ഇവിടെ ഓടിച്ചാടി കളിക്കാൻ തോന്നുന്നു. നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്നൊക്കെ കളിച്ചാലോ? കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഷോ, ഈ പൂവിനൊക്കെ എന്ത് നല്ല മണമാ ഉള്ളത്. എടാ ഉസു, ഇങ്ങോട്ട് വാടാ, ഈ പൂ മണത്ത് നോക്ക് നീ. എടാ പിങ്കി മോളെ, ഇന്നോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉസു ഉസു എന്ന് വിളിക്കരുതെന്ന്. എനിക്ക് പൂ മണക്കണമെങ്കിൽ എന്റെ മൂക്കൊണ്ട് നീ മണത്തോ, എനിക്ക് പൂ മണക്കണമെങ്കിൽ എന്റെ മൂക്കൊണ്ട് ഞാൻ മണക്കൂ. അല്ലാതെ പുറകെ നിന്ന് ഉസു പുസു എന്ന് വിളിക്കുകയല്ല വേണ്ടത്. എടാ അത് പിന്നെ ഞാൻ എന്തോ അത് പിന്നെ നിന്റെ ഈ 2 ഉണ്ടക്കാണ് ഞാൻ കുത്തി പൊട്ടിക്കും കേട്ടോ. അയ്യോ, നമ്മളിവിടെ അടിപിടി കൂടാൻ വന്നതാണോ? എടാ ഉസ്മാനെ, നീ ഇങ്ങനെ ചൂടാവാതെ, നമ്മളോട് വന്ന കാര്യം മറന്നുപോയി. ആദ്യം ഇവളോട് മിണ്ടാണ്ട് നിൽക്കാൻ പറ. സോറി, ഇനി ഞാനൊന്നും മിണ്ടില്ല. എടാ ഉസ്മാനെ, നീ അത് വിട്. ഇപ്പോൾ ആ പട്ടി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അല്ലോ, പട്ടിയോ? അതെ, ആ പട്ടിയുടെ ശബ്ദമുണ്ട്, അവിടെ നിന്നെന്നാ കേൾക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ ചെടികളൊക്കെ നശിപ്പിക്കണ്ടേ? എങ്കിൽ വേഗം പണി തുടങ്ങിക്കോ. ഷോ, ഈ ചെടികളൊക്കെ കാണുമ്പോൾ നശിപ്പിക്കാനൊന്നും തോന്നുന്നില്ല.
പക്ഷെ ആ മുത്തശ്ശിയുടെ മുഖം വിചാരിക്കുമ്പോൾ ചെടിയല്ല മരം തന്നെ മുറിക്കാനാ തോന്നുന്നത്. ശരിയാണ് ഇവിടെ നീ പറഞ്ഞത്. വേഗം ഇതൊക്കെ പറിച്ചിട്. ഇപ്പോഴാണ് സമാധാനമായത്. ആ മുത്തശ്ശിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. നമ്മളോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അയ്യോ പിങ്കി മോളെ, എന്താ നിങ്ങൾ എന്തിനിങ്ങനെ പേടിക്കുന്നത്? എടി നിന്റെ പുറകിൽ ആ പട്ടിയുണ്ട്. എന്ത് പട്ടിയോ? എടാ ഉസ്മാനെ, പണി തുടങ്ങിക്കോ. എവിടെയാ സാധനം? അതാ പട്ടിക്ക് ഇട്ടുകൊടുക്ക് നീ. എടാ അതിപ്പോ കുറച്ച് സൗണ്ട് ഉണ്ടാക്കിട്ട് മുത്തശ്ശി തങ്ങൾ ഓടി വരും. അതിനു മുമ്പ് വേഗം പണി തുടങ്ങിക്കോ. എവിടെയാ സഞ്ജി? ഇതാ സഞ്ജി. എടാ ഉസ്മാനെ, ആ പട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേഗം ഇട്ടുകൊടുക്ക് നീ ആ എല്ലും കഷ്ണം. ദാടാ പട്ടി, എല്ലും കഷ്ണം. അത് മുഴുവൻ നീ തിന്നോ. എടി കുഞ്ഞാറ്റേ കുഞ്ഞാവേ പിങ്കി മോളെ, ഇനി നമ്മൾ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. നമുക്ക് ഓടിയാലോ? ഈ പട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ആ മുത്തശ്ശി താൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. എങ്കിലെല്ലാവരും ഓടിക്കോ. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. അതെ അതെ, ആ പട്ടി നമ്മുടെ പുറകെ ഇല്ലല്ലോ. വീടേ, അതാ എല്ലും കഷ്ണം കണ്ടപ്പോൾ അതിൽ മയങ്ങി. ഇനി നമുക്ക് സ്ലോ മോഷനിൽ നടന്നു പോകാം അല്ലേ? ആ മുത്തശ്ശി തലക്കിട്ടൊരു മുട്ടം പണി നമ്മൾ കൊടുത്തില്ലേ? ഇതൊക്കെ എന്റെ ബുദ്ധിയാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഒന്ന് പോടാ പുളുവടി ഉസ്മാനെ. ഇതൊക്കെ കുഞ്ഞാറ്റയുടെ ബുദ്ധിയാണ്. ആര് ബുദ്ധിയാണെങ്കിലും സാരമില്ല, നമുക്കിനി സ്ലോ മോഷനിൽ നടക്കാം. കമോൺ.